السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والآكبة للمتقين. ഈ മഹാസമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതര മത ആദർശവിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, മതം സുരക്ഷയാകുന്നു എന്ന ആധുനിക കാലഘട്ടം ഏറ്റവും ശക്തമായി താൽപര്യപ്പെടുന്ന, അനിവാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിലാണ് ഈ ക്യാമ്പയിൻ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആളുകൾക്ക് വിജ്ഞാനം നുകരാനും അവർക്ക് പകർന്നു കൊടുക്കാനും അനുയോജ്യമായ വിധത്തിലെ ഒരു പഠന ക്യാമ്പിന്റെ സമാപനത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. സമയബന്ധിതമായി അതീവ ഗൗരവമായ ചില വിഷയങ്ങളിലേക്ക് ആധുനിക മനുഷ്യരുടെ സത്വര ചിന്തകൾ കടന്നുവരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അനന്തപരകോടി ജീവജാലങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ജന്തുലോകങ്ങളിൽ നിന്ന് വിഭിന്നമായി അത്ഭുതകരമാം വണ്ണം ബുദ്ധിശക്തി നൽകിയിട്ടുള്ള സൃഷ്ടി ജാലങ്ങളിൽ അപൂർവമായ അത്ഭുതങ്ങളുള്ള അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. പ്രഭാഷണങ്ങൾ നടത്തുവാനും സാഹിത്യങ്ങൾ രചിക്കുവാനും ഗ്രാമങ്ങളുടെയും അന്തരീക്ഷങ്ങളുടെയും പട്ടണങ്ങളുടെയും മുഖഛായകൾ മാറ്റുവാനും LKG മുതൽ UKG മുതൽ +2 വരെ അവിടെ നിന്നങ്ങോട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നടത്തുവാനും ആകാശഗോളങ്ങളിൽ ഗവേഷണം നടത്തുവാനും ആഴിയിൽ നീന്തിത്തുടിച്ച മത്സ്യങ്ങളിലെ അത്ഭുതങ്ങൾ കൂടിയെടുക്കാനുമെല്ലാം അതീവ കഴിവ് നൽകപ്പെട്ട മനുഷ്യനെന്ന മഹാബുദ്ധിജീവി, ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട നായയുടെ കഴുത്തിൽ തുടലും കെട്ടി അതിനെ വലിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് ജന്തുലോകങ്ങളിൽ മണ്ണിന്റെ ഭാഗമായി തീരുമെന്ന വിശ്വാസത്തിൽ നിന്ന് വിഭിന്നമായി, നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്കൊരു ജീവിതം നൽകിയ ലോകത്തിന്റെ തമ്പുരാൻ, പരമകാരുണികനായ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ നാഥൻ മനുഷ്യരെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ആവശ്യമായ മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്ത് കൃത്യമായ ഹിദായത്തിന്റെ, സത്യസന്ധമായ ധാർമ്മികതയുടെ ഒരവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചിട്ടുണ്ട് എന്നത് വേദഗ്രന്ഥത്താളുകളിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും അറിയാം. പാലക്കാട് പോലെയുള്ള ഒരു പ്രദേശത്ത് തമിഴ്നാടിന്റെ ചുവയുള്ള, ടച്ചുള്ള, തമിഴ് സംസാരിക്കുന്ന ആളുകളുള്ള വേദഗ്രന്ഥങ്ങളുടെയും തത്വങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഏറെ പ്രകടമായി കാണുന്ന സംഗീതങ്ങളുടെയും നൃത്തങ്ങളുടെയും അഭിനയങ്ങളുടെയും ഒക്കെ ജില്ലയായ പാലക്കാട് ജില്ലയിൽ അതിന്റെ ഹാർട്ടായി ഏറെക്കുറെ ആളുകൾ വന്ന് കേൾക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വളരെ കാതലായി, വളരെ ശ്രദ്ധേയമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ് മതം? ആരാണ് മതപ്രവാചകന്മാർ? എന്താണ് വേദഗ്രന്ഥം? എന്തിനാണ് വേദഗ്രന്ഥം? എന്തിനാണ് പ്രവാചകന്മാർ ലോകത്ത് വന്നത്?
ഇതര മതാദർശനങ്ങളും ഇസ്ലാമും ഒക്കെ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണ്? ഇതെല്ലാം വളരെ പ്രകടമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത്. ആളുകളെ നിങ്ങൾ മൊത്തത്തിൽ വിലയിരുത്തി നോക്കൂ. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ലോകാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴും മനുഷ്യർക്കിടയിൽ അധർമ്മങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അരാജകത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് കുടുംബത്തിലും ജാതിയും മതവും മാറ്റിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ പോലും എല്ലാ വീടുകളിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ നാടുകളിലും അരാജകത്വങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനിയന്ത്രിതമായ വിധത്തിൽ മദ്യപാനം ഇന്ത്യയുടെ 3 ഇരട്ടി കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. മാതൃഭൂമി ആഴ്ചപ്പടി പിറക്കുന്ന ആരോഗ്യ മാസിക പരിശോധിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മാതൃഭൂമി പബ്ലിക്കേഷനിൽ വരുന്ന ആരോഗ്യ മാസിക പരിശോധിക്കുന്നവർക്ക് അതിന്റെ 1ാമത്തെ പേജ് മുതൽ അവസാന പേജ് വരെ മദ്യത്തിന്റെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെയും അത് കുടുംബത്തിനുണ്ടാക്കുന്ന ശിഥിലീകരണത്തെയും അതുണ്ടാക്കുന്ന റോഡപകടങ്ങളെയും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള പഠനങ്ങളും ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തലുകളും ഡോക്ടർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിലയിരുത്തലുകളും എല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത് മതം ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ഗൗരവമായ സ്വച്ഛരമായ ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതും ഞാനിവിടെ സംസാരിക്കുന്നു. ഗൗരവമായ ചർച്ചകൾക്ക് പകരം പലപ്പോഴും ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്കാണ് ആധുനിക ലോകം കടന്നുപോകുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ് എന്ന വിലയിരുത്തൽ കേവലം മണ്ണിന്റെ ഭാഗമാണോ, ധാതുലവണങ്ങളുടെ ഭാഗമാണോ, മണ്ണോട് മണ്ണ് ചേരുന്നവനാണോ? എങ്കിൽ മനുഷ്യന് മാത്രം എന്തിനാണ് ഗവേഷണം? മനുഷ്യന് മാത്രം എന്തിനാണ് പഠനം? മനുഷ്യന് മാത്രം എന്തിനാണ് യൂണിവേഴ്സിറ്റി? മനുഷ്യന് മാത്രം എന്തിനാണ് മൊറാലിറ്റി? മനുഷ്യന് മാത്രം എന്തിനാണ് കോടതി? മനുഷ്യന് മാത്രം എന്തിനാണ് നീതിബോധം? മനുഷ്യന് മാത്രം എന്തിനാണ് വിവാഹം? മനുഷ്യർക്കിടയിൽ മാത്രം എന്തിനാണ് അമ്മ പെങ്ങന്മാരെ ഭാര്യമാരെ ഒക്കെ തിരിച്ചറിയുന്ന അവസ്ഥാവിശേഷങ്ങൾ? ഇത് ജന്തുലോകത്തില്ല. ജന്തുവും മനുഷ്യനും മരണത്തോടുകൂടി തുല്യമാകുമെങ്കിൽ ജന്തുക്കളെ പോലെ ജീവിക്കലാണ് ഉത്തമമായത് എന്ന് നമുക്കൊക്കെ അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ജന്തുലോകത്ത് അമ്മയുടെ മകന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് അമ്മ, അല്ലേ? അതുപോലെ പിതാവിന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് മകൾ. ജന്തുലോകത്ത് സിഫിലിസോ അല്ലെ ഗുണോറിയയോ അതുപോലെ അഖേഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് വിളിക്കുന്ന എയ്ഡ്സോ ഒന്നുമില്ല. എന്നാൽ മൊറാലിറ്റി കാത്തു സൂക്ഷിക്കേണ്ട മനുഷ്യൻ ഇതെല്ലാം ചെയ്യുമ്പോ, അധർമ്മങ്ങൾ ചെയ്യുമ്പോ ഇവിടെ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പ് അവതാളത്തിലാണ്, ആകാശത്തിന്റെ ഗോളങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാണ്. നമുക്കറിയാം മനുഷ്യന്റെ സുരക്ഷിതമായ മേൽക്കൂരയായ ഓസോൺ ലെയർ അതിന് ദ്വാരം വീണുകൊണ്ടിരിക്കുന്നു. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും ശക്തമായി ചൂടേറ്റുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. എന്താ കാരണം? 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ നേരിട്ട് പതിക്കുകയാണ്. CFC ക്ലോറോഫ്ലൂറോ കാർബൺ, അതിൽ ഒരു ക്ലോറിൻ ആറ്റത്തിന് 1,00,000 ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് മാരകമായ ദുരന്തമാണ്. മഞ്ഞുമലകൾ ഉരുകി കടലിലെ ജലപാനത്തിന്റെ നിരപ്പ് വർദ്ധിച്ച് കരകൾ വരെ അതിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷമാണ് ഇവിടെ വരാൻ പോകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. സസ്യജാലങ്ങൾക്കിടയിലെ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭീഷണിയിലാണ്. കാനനങ്ങളിലും അതുപോലെ കരയിലും എല്ലാറ്റിലും പ്രശ്നങ്ങളാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ പറയുന്നത് അതാണ്. ഭൂമിയിൽ മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചു, കടലിലും എന്റെ ഗോളങ്ങൾ പറയാതിരുന്നത്. അത് പറയാതിരിക്കാനുള്ള കാരണം നേർക്കുനേരെ മനുഷ്യനവിടെ ഇടപെടാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്.
മനുഷ്യൻ നേർക്ക് നേരെ ഇടപെടുന്ന സാഗരങ്ങളിൽ, അതുപോലെ കരകളിൽ എല്ലാം കുഴപ്പങ്ങളാണ്. രാഷ്ട്രീയ, മത, സാമൂഹിക, വിദ്യാഭ്യാസ, വൈജ്ഞാനിക, നവോത്ഥാന മണ്ഡലങ്ങളിലെല്ലാം മനുഷ്യർ പരസ്പരമുള്ള പ്രശ്നങ്ങളിലാണ്. എവിടെ നോക്കിയാലും കലാപങ്ങളും കുഴപ്പങ്ങളും കൊലപാതകങ്ങളും 2 വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടലുകളും അങ്ങനെ തുടങ്ങി എണ്ണാനാവാത്ത വർണ്ണിക്കാനാവാത്ത ചിന്തകൾ ഈ ലോകത്ത് നങ്കൂരമിടുകയാണ്. എന്തുണ്ട് പരിഹാരം? എല്ലാവർക്കും അറിയാം പ്രശ്നങ്ങളുണ്ടേന്ന്. അമേരിക്കയിൽ ഫാദർലെസ് അമേരിക്ക എന്ന ബുക്കാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത്. ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്നാണ് ഇതിന്റെ അർത്ഥം. തന്തയില്ലാത്ത അമേരിക്ക. ആരാ മോനെ നിന്റെ ഉപ്പ, ആരാ നിന്റെ പിതാവ് അറിയില്ല. അങ്ങനെ അരാജകത്വം വാഴുന്ന ഒരു നാട്. നിയമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ആളുകൾ കേടുവരുന്നതെന്നാണ്. പർദ്ദ ധരിപ്പിച്ചത് കൊണ്ടാണ് ആളുകൾ കേടുവരുന്നതാണ്. ഉടുതുണി ഒരിഞ്ഞതിന്റെ പേരിൽ അമേരിക്കയിൽ പ്രശ്നമൊന്നുമില്ല, ദുബായിൽ പ്രശ്നമൊന്നുമില്ല. ഏടിച്ചു പിടിച്ച് പട്ടിയെപ്പോലെ ചത്തൊടുങ്ങുന്നു നയിച്ചു നിർത്തിയാൽ വേറെ പ്രശ്നങ്ങളൊന്നും മൊറാലിറ്റി ഇല്ല. അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന ഇരുകാലി സംസ്കാരമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് അല്ലേ? അത് ആലോചിച്ചു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നാ പറയാ. ഇവിടെ വരെ എന്തുണ്ടായി? ഒരു വലിയ സിനിമാ നടി അവിടെ പ്രസവിക്കുന്ന രംഗം ക്യാമറയെ പകർത്താൻ കിടന്നുകൊടുത്തു. ക്യാമറമാരി ഷൂട്ട് ചെയ്യുക ഒരു പെണ്ണ് പ്രസവിക്കുന്നത്. അതിനവള് പറഞ്ഞ കാരണം എന്താ അറിയോ? വലിയ അവളെ സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടായി. സാഹിത്യകാരന്മാർ, അത് കഥാകൃത്തുകൾ, ഗായകന്മാർ, സിനിമാ നടന്മാർ എല്ലാം. അതൊക്കെ ലോകം അറിയണം. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ അവൾക്ക് തോന്നുകയാണെന്ത്, എങ്ങനെ ഞാൻ ഗർഭം ധരിച്ചു, അതിനെന്റെ മാപ്പിള എന്നൊക്കെ പണിയെടുത്ത് അതുകൂടെ ഒന്ന് ലോകം പഠിച്ചോട്ടെ. നല്ല സീനായിരിക്കും. ഈ ജാതിന്റെ ഒക്കെ തലക്ക് മുട്ടിയെടുത്ത് തല്ലണ്ടോ കേരളത്തില്? സിനിമാ നടിയാണത്രേ. ഓള് പ്രസവിക്കുന്ന ലോകം കാണട്ടെ, ലോകം അതിന്റെ പ്രയാസം എന്നറിയട്ടെ. ലോകം പലതും അറിയേണ്ടതുണ്ട് എന്നാണെങ്കിൽ എന്നാ വലിയ സംഗതി തന്നെയായിരിക്കും കേരളത്തിന്റെ ഒക്കെ ഒരവസ്ഥ. ഭാര്യയും ഭർത്താവ് എങ്ങനെ ബന്ധപ്പെടുന്നതെന്നും കൂടി. കാരണം അതിലും ഒരു പഠിക്കട്ടെ, കലാപരമായി സിനിമാ നടിയും നടനും ബന്ധപ്പെടുന്നത് കാണാൻ ഒരു സുഖമായിരിക്കുമല്ലോ അല്ലേ? ഈ ജാതി ടൈപ്പ് ആളുകളാണ് കേരളത്തിലെ സാംസ്കാരിക മേഖല കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലാക്കണങ്ങളെ, കോഴിക്കോട് പട്ടണത്തിനൊക്കെ നാണക്കട ഈ ജാതി പെണ്ണ്. ആരെ മുമ്പിലും ഏത് മടിക്കെട്ട് മുരിയാൻ ഉണപ്പില്ലാത്ത ഈ സമുദായത്തിന്റെ വർധനവ് അത് നമ്മൾ ശരിക്കറിയണം. ചാനലുകളും സിനിമകളും സംഗീതവും മാനവ സമൂഹത്തിന് നശിപ്പിച്ചിരിക്കണു അല്ലേ? മദ്യപിക്കാത്ത വല്ല പ്രദേശങ്ങളുണ്ടോ? പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോ അങ്ങ് കോട്ടക്കലിൽ നിന്ന് ആരംഭിച്ച യാത്രക്കിടയിൽ എത്ര വിദേശ മദ്യഷാപ്പുകളുടെ മുമ്പിലാണ് വൻ ക്യൂ. എന്റെ അമ്മയെ പോറ്റാനാണ്, അച്ഛനെ പോറ്റാനാണ്. അല്ലെ, ദൈവത്തിന്റെ സ്വന്തം നാട് അതല്ലടോ, തിരുത്തിക്കോ. ദൈവത്തിന്റെ സ്വന്തം നാടല്ല, കുടിയന്മാരുടെ സ്വന്തം നാട്. ആകാശത്തിന്റെ ചുവട്ടിൽ ഇത്രയേറെ കുടിയന്മാർ ക്യൂ നിൽക്കുന്നൊരു മണ്ണ് ഈ ഭൂമി ലോകത്ത് വേറില്ല. അറിയോ? പ്രതിഷേധിക്കാൻ ആണുങ്ങളില്ലടോ, പേണ്ട കുപ്പായോട്ടോനേ ഉള്ളൂ. നട്ടല്ലുള്ള ആണുങ്ങളില്ലാത്ത കേരളം പ്രതിഷേധിക്കാൻ തന്റെ ഇടമുള്ളവരില്ലവിടെ. അതാരിലുമില്ല. അത് വളർന്നു വരുന്നത് എന്താ ഉണ്ടാക്കാറിയോ? ലോകത്തിലെ വൃത്തികേടുകളുടെ കുപ്പത്തൊട്ടി ഏതാന്ന് ചോദിച്ചാൽ 3 അക്ഷരം, 3.5 അക്ഷരം കേരളം എന്ന 3.5 അക്ഷരത്തിൽ അവസാനിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ പറയാൻ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ വേശ്യകൾക്കും വ്യഭിചാരികളെ അവരെ സെക്സ് വർക്കേഴ്സ് എന്ന അവർക്ക് യൂണിയനുണ്ട്, അവർക്ക് പ്രതിഷേധമുണ്ട്, അവർക്ക് താല്പര്യങ്ങളുണ്ട്, അത് നേടിക്കൊടുക്കാൻ സർക്കാരുകളുണ്ട്. എവിടെ എത്തിയിരിക്കുന്നു? ആരാണ് സാംസ്കാരിക നായകൻ? എന്താണ് സംസ്കാരം? എന്താണ് സംസ്കാരം? അത് ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല കേരളത്തിലെ ജനത. അത് പഠിക്കണം നമ്മള്, അത് മനസ്സിലാക്കണം നമ്മള്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജാതിയും മതവും സംഘടനയും എന്നല്ല ഞാൻ പറയും. മനുഷ്യർ നേരിടുന്ന ക്രൈസിസുകൾ, പ്രതിസന്ധികൾ, അതിലൊന്നാമതായി മനുഷ്യർ തിരിച്ചറിയേണ്ട വളരെ പ്രധാനമായ കാര്യം എന്തറിയോ? ഞാനാരാ? മനുഷ്യൻ എന്താ ഇതര ജീവജാലങ്ങളുടെ വ്യത്യാസം അല്ലേ? ആലയിലെ അമ്മ ചെന്ന് പശുവിന്റെ അകട് മുട്ടിക്കറന്ന് അത് കഴുകി അതിൽ മെഴുക വിരട്ടി, എണ്ണ വിരട്ടി, അതിൽ നിന്ന് പാല് കറന്നെടുത്ത് 8 ലിറ്റർ പാല് ആ പാത്രത്തിലാക്കി മിൽമാബൂത്തിൽ കൊണ്ടുപോയി കൊടുത്ത് കുടുംബത്തെ പോറ്റുമ്പോഴേ ആ പശുവിന്റെ ഉപകാരം തലേന്ന് രാത്രി 1.5 ലിറ്റർ മൂക്കറ്റം കുടിച്ച് ഓൻ ഒഴിച്ച മൂത്രവും ഒക്കെ വാരിയാണ് അമ്മ ഓൻ കിടന്ന കിടക്കയില്. പശുവിന്റെതോ ചാണകം വൃത്തിയാക്കിയാൽ നല്ല പാല് കിട്ടും. ഓനെ കറന്ന എന്ത് കിട്ടാനാ? ആൽക്കഹോൾ അല്ലാതെ. ഓന്റെ മൂത്രം കിടിച്ചാലേ 80% ക്ലിക്കാവും. കാട്രായി അടിച്ചതിന്റെ ഫിറ്റ്. ഞാൻ പറയുന്നില്ല കൂട്ടരെ, പഠിച്ചവരെഴുതുക. ആ ആരോഗ്യ മാസിക ഒന്ന് വഹിച്ചു നോക്ക്. അതിന്റെ 1ാം പേജ് മുതൽ അവസാനം വരെ അതിൽ കാണാൻ നിങ്ങൾക്ക്
20 ലിറ്റർ ഒരു മാസം പെർമൻ ഓരോ മാസം കുടിച്ചു തീർക്കുക. എന്നിട്ടോ അമ്മ പേടിച്ചൊളിക്കുക. അമ്മ മകന്റെ വരവ് ആ ചെങ്ങായി വരുന്ന നോക്കിയിട്ട് എന്താ പറയണോ, ആ ജന്തു കോണിപ്പടി കയറുന്ന നോക്കടി എന്നാ പറയുന്നത്. ഏത് ജന്തു? അമ്മ 10 മാസം നൊന്ത് പ്രസവിച്ച് താരാട്ട് പാടിയ അമ്മിഞ്ഞ പാലോവലം ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞ് എന്ന് പറയുന്ന മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് പറഞ്ഞ അമ്മ, ആ അമ്മല്ലേ ആ നൊന്ത് പ്രസവിച്ച അമ്മ, പാലൂട്ടി വളർത്തിയ അമ്മ, ആ മകന് വേണ്ടി ഉറക്കൊഴിഞ്ഞ അമ്മ, ആ മകന് വേണ്ടി നീര് കെട്ടിയ അമ്മ, ആ മകന് വേണ്ടി കഷ്ടപ്പെട്ട അമ്മ, ആ മകന് വേണ്ടി അടുക്കളയിൽ പുകഞ്ഞ ആ അമ്മ, ആ അമ്മയുടെ മാറിടത്തിൽ ചവിട്ടാൻ അവന്റെ കാലുമായാണ് വരുന്നത്. മദ്യഷാപ്പിൽ പാൻസ് ധരിച്ച് ഇൻസൈഡ് ചെയ്ത് കണ്ണട വെച്ച് എക്സിക്യൂട്ടീവ് ടൈപ്പിൽ ഇരുന്ന് ഈ സമൂഹത്തെ വഞ്ചിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് തിന്നുകൊടുക്കുന്ന മൃഗങ്ങളില്ലേ, അവരെ കുറിച്ച് ഓർക്കണം. അബ്കാരി കോൺട്രാക്ടർമാർ എന്ന് പറയുന്ന രാജ്യദ്രോഹികൾ, മനുഷ്യന്റെ ഹ്യൂമൻ റിസോഴ്സിനെ നശിപ്പിക്കുന്ന ഈ ആളുകൾ, അവരെ തിരിച്ചറിയാൻ അതിന് കാവൽ നിൽക്കുന്ന കാക്കിദാരികൾ, അതിന് അംഗീകാരം കൊടുക്കുന്ന സർക്കാർ, അതൊക്കെ ജനാധിപത്യത്തിന്റെ ഓൺ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, അതൊന്നൊരു ശാപമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഭ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യയുടെ ഡെമോക്രസി, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്ത് മദ്യപാനി പതിനാണെന്ന് വേദവും, മദ്യപാനി സ്വർഗം അവകാശപ്പെടുത്തില്ലെന്ന് വേദവും, മദ്യപാനി തിന്മയുടെ ഏറ്റവും വലിയ മാതാവ് മദ്യവും എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെയും യേശുക്രിസ്തുവിന്റെയും അതുപോലെ ശ്രീരാമന്റെയും ഒക്കെ അനുയായികളായ ഒരു ജനത ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരെ നന്നാക്കാൻ എന്താ വഴി? അതിനാ മതം സുരക്ഷയാണെന്ന് അവതരിപ്പിക്കും. ഞങ്ങൾക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ എന്റെ അനുജൻ താജു പ്രസംഗിച്ചുവല്ലോ, വിദ്യാർത്ഥി സമൂഹത്തിന്റെ കയ്യിൽ സൈക്കിൾ ചെയിനും ചങ്ങലയും കുറുവടിയും ഹോക്കി വടിയും കൊടുത്ത് രാഷ്ട്രീയ മേലാളന്മാർക്ക് അവരെ പറുദീസയിൽ പൊട്ടിയാൽ ശബ്ദം അമേരിക്കയിൽ കേൾക്കുന്ന വിധത്തിൽ കഞ്ഞിവെള്ളം മുക്കിയ കതറുകാരികളായ ആളുകളില്ലേ, സ്വന്തം മക്കളെ ലണ്ടനിൽ കൊണ്ടുപോയി പഠിപ്പിക്കുക, അതോടൊപ്പം ആരാന്റെ മക്കളെ സൈക്കിൾ ചെയിൻ കൊടുത്ത് അടിക്കട എനിക്ക് വേണ്ടി എന്ന് പറയുന്ന ആളുകൾ, അവരും ചിലത് മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സമൂഹത്തോടുള്ള കടപ്പാട് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്ന എന്തറിയോ? ഓരോ മനുഷ്യരെ അവർക്ക് തിരിച്ചു നൽകുക. അത് ചെറിയൊന്ന് വിശദീകരിക്കേണ്ട വാചക. ഓരോ മനുഷ്യരെ അവർക്ക് തിരിച്ചു നൽകുക. എങ്ങനെ? ആ മനുഷ്യനെ മാക്സിമം ഇങ്ങോട്ട് ചൂഷണം ചെയ്യല്ല, ആ മനുഷ്യന് മാക്സിമം അങ്ങോട്ട് ഉണ്ടായി കൊടുക്കുക. അങ്ങനെ ഒരേ ഒരു സംഘടനയെ കേരളത്തിലുള്ളൂ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം, ഞങ്ങളാൽ നയിക്കപ്പെടുന്ന പ്രസ്ഥാനം. മനസ്സിലായോ? ജനസമൂഹത്തിനിടയിൽ വമ്പിച്ച സ്വാധീനം ചെലുത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങളുടെ പ്രാസംഗികരുടെ മിടുക്കുകൊണ്ടല്ല. അതിനൊരു വലിയ തത്വമുണ്ട്. ആകാശത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു ആദർശമാണ് ഞങ്ങളുടെ കയ്യിൽ. ആർക്കും നീക്കുപോക്കില്ലാത്ത പടച്ചോൻ അവതരിപ്പിച്ചൊരാദർശം, ലോകത്തിന്റെ സിട്ടാവ് അവതരിപ്പിച്ചൊരാദർശം. സഹോദരങ്ങളെ, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ അവസ്ഥാവിശേഷത്തിൽ ഏറെ സാമ്പത്തിക ബാധ്യതകളിലൂടെയാണ് നമ്മളും നമ്മുടെ പ്രവർത്തകരും പ്രബോധകരും എല്ലാവരും കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാമിലും സാമ്പത്തികമായി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് അവരെ സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തേൻ. നമുക്ക് ചില വിഷയങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഇസ്ലാം ലോകത്തെ, ഞാനതിങ്ങനെ പറയാം, അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രം ആരാധിക്കുന്ന, മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, ഓരോ വാക്കും ശ്രദ്ധിക്കണം നിങ്ങൾ, പലിശക്ക് കൊടുക്കാത്ത വാങ്ങാത്ത, അന്യന്റെ സ്വത്ത് അപഹരിക്കാത്ത, ഹറാമ് സമ്പാദിക്കാത്ത, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കാത്ത, അയൽവാസിയെ വഞ്ചിക്കാത്ത, ആ പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന, അനാഥയെ സംരക്ഷിക്കുന്ന, ലോകത്തിലെ എല്ലാ മൂല്യങ്ങളുമുള്ള ഒരു ജനതയെ വാർത്തെടുത്ത് ഒരു രാഷ്ട്രം ഭരിച്ച് ലോകത്തോട് വിട പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു മനുഷ്യനുണ്ട്, പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഇതര മത വിഭാഗത്തിൽപ്പെട്ട ആളുകളോട്, ഇസ്ലാമിന് ഇതെങ്ങനെ സാധിച്ചു? വളരെ പ്രധാനമാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ.
എന്തുകൊണ്ട്? പഠിക്കാതെ ചുമ്മാ പറഞ്ഞല്ല, ഗൗരവമായി തന്നെ പറഞ്ഞ. എന്താ പറഞ്ഞത്? സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്. എന്താ കാരണം? എന്താ അതിന് അടിസ്ഥാനപരമായ കാരണം? ഉമർ ഭരിച്ച രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരിച്ച രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിച്ച രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രവാചകന്റെ അനുയായികൾ ഖലീഫമാർ ഭരിച്ച രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് കഥയല്ല, കവിതയല്ല. ഭാരതത്തിന്റെ കൂടെ തമസാ നദിയുടെ തീരച്ചുപോയി വാൽമീകിയുടെ ഭാവനയിൽ വന്ന രമ്യതയുടെ ഐക്യത്തിന്റെ ആളായ ശ്രീരാമൻ എന്ന കഥാപാത്രത്തിന്റെ രചനയല്ല, മറിച്ച് ചരിത്രത്തിൽ ജീവിച്ച് മരിച്ച, ആർക്കും നിഷേധിക്കാനാവാത്ത, ഒരു യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും നിഷേധിക്കാനാവാത്ത, അറേബ്യയിൽ ജനിച്ച് 23 കൊല്ലം പ്രവാചകനായി മൊത്തം 63 കൊല്ലം ജീവിച്ച ഒരു പ്രവാചകൻ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എങ്ങനെ? എന്തായിരുന്നു ആയുധം? ഞാൻ നിങ്ങളോട് വളരെ ലളിതമായി പറയാം. മദ്യപിക്കാത്ത ഒരു രാജ്യമുണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സാധിച്ചില്ല. കാരണം കമ്മ്യൂണിസം പടുത്തുയർത്തിയ മഹാവ്യക്തി ജീവിതത്തിൽ അധിക സമയവും മദ്യത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒരാൾ ഉപദേശിക്കാൻ അർഹത ഉണ്ടാവും. കാർൽ മാർക്സിന് ഒരാള് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലം മുതൽ പല സന്ദർഭങ്ങളിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹം പറയുന്ന, ഞാൻ പറയുന്നതല്ല. അദ്ദേഹത്തിന് മദ്യമുക്തമായ ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. പറയാൻ പറ്റുമോ നീ മദ്യപിക്കരുത്? പക്ഷെ മുഹമ്മദ് നബിക്ക് പറയാൻ അർഹതയുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ. അപ്പൊ നിങ്ങൾ നോക്കേ, ക്ഷേത്ര ഉത്സവം നടക്കുന്നു, ചർച്ചുകൾ നടക്കുന്നു, പള്ളികളിൽ നേർച്ച ഉറൂസുകൾ നടക്കുന്നു. നേരത്തെ ഇന്നലെ പോലെ സിയാറത്ത് ടൂറി എന്ന ഓമന പേരിൽ, നേരത്തെ കണ്ടില്ലേ ഒരു ബസ് പോയത്? സിയാറത്ത് ടൂറി എന്ന ഓമന പേരിൽ പൗരോഹിത്യം പടപ്പുകളെ ആരാധിപ്പിച്ച് ഇത്ര പേരൊക്കെ മുശ്രിക്കായി പോയി ഇതിന് ഉറപ്പുന്നോ? അതുവരെ സമുദായത്തിൽ എന്തുണ്ടാകുന്നു? മദ്യപാനം വർദ്ധിക്കുന്നു, തിന്മകൾ വർദ്ധിക്കുന്നു. എന്താ കാരണം? ഞാൻ എന്തിന് തിന്മ ഒഴിവാക്കും? ഞാൻ മദ്യപിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ വ്യഭിചരിക്കണില്ല, എന്താ പ്രശ്നം? ഇനി ചെയ്താൽ എന്താ പ്രശ്നം? അതിനൊക്കെ മറുപടി എവിടെ? അതിനെല്ലാം മറുപടി നൽകിയ ഒരു മതം ലോകത്ത് ഇസ്ലാം, പടച്ചവന്റെ മതം, സൂര്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മതം, ചന്ദ്രനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ മതം, ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന പ്രപഞ്ചനാഥന്റെ മതം, മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് ലോകത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ. എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ട ഇതര മതത്തിൽപ്പെട്ടവരോട് ഒറ്റ ചോദ്യം. ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും കന്യാമറിയും വേളങ്ങണ്ണി മാതാവും പിശാരിക്കാവുലമ്മയും ദേവിയും ബീവിയും എല്ലാം ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ് ആകാശമുണ്ടായിരുന്നു, ഇത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഭൂമി ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. സാഗരമുണ്ടായിരുന്നു, നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എങ്കിൽ എന്റെ ചോദ്യം, അതിനെ സംവിധാനിച്ച ആ നായകനാരാണ്? ആ സൃഷ്ടാവാരാണ്? അവനെ ആരാധിക്കാനാണ് ഇസ്ലാം പറയും. പ്രശ്നങ്ങളുടെ 80% അതോടുകൂടി അവസാനിക്കും. ലോകത്തിന്റെ സൃഷ്ടാവിനെ എന്താ തമ്മതല്ലി ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഉണ്ടായത് എന്താ? പടച്ചോന്റെ പേരിൽ. ബി.ആർ. അംബേദ്കറിന്റെ പ്രതിമ തകർത്തപ്പോ എന്താ ഉണ്ടായത്? പ്രതിമയുടെ പേരിൽ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്തപ്പോൾ എന്താ ഉണ്ടായത്? കലാപം ഉണ്ടായത്. ഒറീസയിലെ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർപ്പെട്ടപ്പോൾ എന്താ ഉണ്ടായത്? കലാപം ഉണ്ടായത്. ലോകത്തിന്റെ ഒരു മണ്ണിലും മുഹമ്മദ് നബിയുടെ പ്രതിമയില്ല, ഉണ്ടാകുകയുമില്ല. എന്നാൽ മുഹമ്മദ് നബി ഭയപ്പെട്ടു, ഖബർ ബിംബാക്കപ്പെടുവോ? ബിംബാരാധനയ്ക്ക് തുല്യമായ ഖബറാരാധന നടക്കുമോ? അതുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രവാചകൻ. വളരെ ഗൗരവമാണ്. മുഹമ്മദ് നബിയുടെ ഒരു പ്രതിമ തകർക്കപ്പെട്ടതിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു ഈച്ചനെ കൊല്ലേണ്ടി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ലോകത്ത് ഉണ്ടോ? ഇല്ല. എന്തേ കാരണോ? എന്താ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിമ ഇല്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ കലാപവും ഇല്ല. കലാപം ഉണ്ടാകാനുള്ള ഒരു കാരണം ബിംബാരാധനയാണ്. കലാപം കുറയ്ക്കല്ല ബിംബാരാധന ചെയ്ത്, ബിംബാരാധന കലാപത്തെ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വിലയിരുത്തിക്കോ. ഈ കേരളത്തിൽ മാത്രം വിലയിരുത്തിക്കോ. എന്തേ ഇങ്ങനെ ഉണ്ടായത്? വേദം പറഞ്ഞ് ഹിന്ദുക്കൾ കേട്ടില്ല. ചതുർവേദത്തെ ലംഘിച്ചവർ ഹൈന്ദവർ. ഞാൻ പറയണം, ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റിനെയും ന്യൂ ടെസ്റ്റമെന്റിനെയും നിലത്തിട്ട് ചവിട്ടി ഒരച്ചവർ പള്ളിയിലച്ചന്മാർ. വിശുദ്ധ ഖുർആനെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചവർ മൊല്ലാക്കമാർ, മൊയ്ലിയന്മാർ, മൗലൈമാർ. അല്ലേ? 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 ആലോചിച്ച് ഈ 3 പ്രബല മതവും അതിന്റെ വേദഗ്രന്ഥത്തിൽ ബിംബാരാധന കാണിച്ചു തരുമോ? സാധ്യല്ല, സാധ്യല്ല. ഒരു വേദത്തിലും തെളിയിക്കാൻ കഴിയില്ല. ഒരു വേദത്തിലും. ചതുർവേദം എടുത്തോ. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം എടുത്തോളൂ. ശ്രീ സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവത്വത്തിൽ പറഞ്ഞ ചതുർവേദം. ആ ചതുർവേദം ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രാകേഷിനെയുടെ
കാണുകയുണ്ടായി. യാദൃശ്ചികമായ കാഴ്ച അവന്റെ വീടിന്റെ പടിയിൽ വെച്ചു. അവൻ പഞ്ചാബിലാണ്, മിലിറ്ററിയിലാണ്. അവനെ എന്നെ കണ്ട വേഗം അവന്റെ വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ അവന്റെ വീട്ടിൽ ഇങ്ങനെ വേദഗ്രന്ഥങ്ങളുണ്ട്. അവൻ ഞാൻ പറഞ്ഞു, എടാ അതിലെ യജുർവേദല്ലേ ആ കാണുന്നേ, ആ എടുക്കാൻ പറഞ്ഞു. അവൻ എന്നോട് ചോദിച്ചു, പൂച്ചക്കെന്തിനാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം, നിനക്കെന്താ യജുർവേദം കൊണ്ട് കാര്യം? ഞാൻ പറഞ്ഞു, നീ എടുക്കേ, അതിന്റെ 32-ാം അധ്യായം എടുത്ത് ആ 3-ാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലിക്കൽപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ ആദ്യ ആ ശ്ലോകം ഒന്ന് നോക്കി. അവൻ എന്റെ മുഖത്തേക്ക്, നീ ഒന്ന് പാരായണം ചെയ്യും. ന തസ്യ പ്രതിമ അസ്തി, ദൈവത്തിന് പ്രതിമയില്ല, പ്രതിമ വെക്കാൻ പാടില്ല എന്ന് ഓൻ അതിൽ നിന്ന് വായിച്ചെടുത്ത് കേൾപ്പിച്ചു. എന്നിട്ട് എന്റെ മുഖത്തേക്ക് ഞാൻ ചോദിച്ചടാ, എന്ന തസ്യ പ്രതിമ അസ്തി യജുർവേദത്തിൽ ഉണ്ടായിട്ട് ഇതെന്താ അത് നിന്റെ പൂജാമുറിയില്? ഇത് ബിംബല്ലത്? അതെ, ഇതിനെതിരാണ് ആ വാചകം. അപ്പൊ നീ ഹിന്ദു ആണോ? നീ വേദാന്തിയാണോ? നീ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി എവിടെ പറയുന്നത്? ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്തിലെ 12, 13, 32, 515 പേജുകളിൽ 16 ദൂഷ്യങ്ങളുണ്ട് ബിംബാരാധനയ്ക്ക് പറയും. നസ്യ പ്രതിമാസ്തി, ഉപനിഷത്തിന്റെ ഒരു പൂർണ്ണ സമാഹാരമുണ്ട്. ഉപനിഷത്തിന്റെ മുഴുവൻ 108 ഉപനിഷത്തുക്കൾ ഒന്നിച്ച് സമാഹരിച്ച് കേരളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, മലയാളത്തിൽ. വായിച്ചു നോക്കേ, അതിൽ കാണാം, യക്ഷുഷാന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസ്യത്തെ യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസ്യത്തെ. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? കേനോപനിഷത്തിലെ 6-7 ശ്ലോകങ്ങളാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നതൊന്നും ദൈവമല്ല. നിന്റെ കണ്ണിന് കാഴ്ച നൽകിയ സാക്ഷാൽ പടച്ചോൻ, ആ പടച്ചോനെയാണ് നീ ആരാധിക്കേണ്ടതെന്നാ അംഗീകരിച്ച ഒരു ഹിന്ദു ഇല്ല. കണ്ണുകൊണ്ട് കാണുന്നതിന് മുമ്പിൽ പോയി നിന്നു. ന്യായവും പറഞ്ഞു. ഇപ്പൊ ശിവഗിരി ആശ്രമത്തിലെ സുഹൃദാനന്ദ സ്വാമികൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമിജി, ഹിന്ദു മതഗ്രന്ഥം ഡെയിലി തർക്കിക്കാറുണ്ടായിരുന്നു. ബിംബാരാധന വേദം പഠിപ്പിച്ചതല്ല, അത് ശരിയല്ല. ലോകത്തെല്ലാ വേദങ്ങളും. ഇപ്പൊ മണിമല ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോ നല്ലൊരു പ്രഭാഷകനായ അച്ഛനും സ്വാമിജിയും ഉണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും കോർഡിനേറ്ററായ ഒരു സ്വാമിജിയും അതോടൊപ്പം ക്രൈസ്തവ കേരളത്തിൽ അറിയപ്പെട്ട മാത്യു സാറും. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു, സാർ, നമ്മളെല്ലാവരും ഏകദൈവാരാധനയെ കുറിച്ച് പറയും. ഇപ്പൊ ഹിന്ദുമതത്തോടോ ക്രിസ്തുമത പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ. ഏകം സത് ബഹുധാ വിപ്രാവദന്തി യോ ദേവാ നാം നാമത ഏകേ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവ്വലോകങ്ങൾക്കും സർവ്വഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം ഒന്നേ എന്ന് പറയും. ഞാൻ അവരോട് രണ്ടുപേരോടും ചോദിച്ചു, അല്ല സാർ, ദൈവം ഏകനാണെന്ന് പറയുകയും ആരാധന മുഴുവനും അവന്റെ സൃഷ്ടികൾക്ക് നൽകുകയും ചെയ്യുന്നത് എന്തൊരു ബുദ്ധിമോശവും അപകടവുമാണ്. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് അച്ഛനോട് പറഞ്ഞൊരു അനുഭവം പറഞ്ഞു. എറണാകുളത്ത് ഒരച്ഛനായിട്ട്, പള്ളിയിലച്ഛനായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലായിരുന്നു. അദ്ദേഹത്തോട് ഒരിക്കലും ഞാൻ പറഞ്ഞു, ചർച്ചിലെ യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ ചുവട്ടിൽ ബൈബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛോ, ഗുരുതരമായൊരു പാപമാണ് നിങ്ങൾ ചെയ്തു. അദ്ദേഹം ചോദിച്ചു, എന്താ മോനെ അങ്ങനെ പറയാൻ? അല്പം പ്രായം ചെന്ന്, എന്താ അങ്ങനെ പറയാൻ? ഒന്നുമില്ല അച്ഛോ, നിങ്ങൾ ഈ ബൈബിൾ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല. അപ്പൊ കൗതുകത്തോടു കൂടി ചോദിച്ചാ, എന്താ അങ്ങനെ പറയാൻ? ഞാൻ പറഞ്ഞ, പ്രതിമയുടെ ചുവട്ടിലാണ് നിങ്ങൾ പ്രതിമ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബൈബിൾ വെച്ചിരിക്കുന്നു. പ്രതിമയുടെ ചുവട്ടിലാണ് പ്രതിമ വെക്കാൻ പാടില്ല എന്നുള്ള ബൈബിൾ വെച്ച്. അതിന്റെയാണ് അച്ഛോ ഇന്ന് തെറ്റ്. അപ്പൊ ശിശായയുടെ ആവർത്തന പുസ്തകം എടുക്കാൻ പറഞ്ഞു ഞാൻ അച്ഛനോട്. 4-ാം അധ്യായം എടുത്ത് 17-ാമത്തെ സൂക്തം ഒന്ന് വായിക്കാൻ പറഞ്ഞു. മലയാളത്തിലാണ്. സുറിയാനി അരാമിക് ഭാഷയിലാണ് ബൈബിൾ, പിന്നീട് ഹീബ്രു ഭാഷയിൽ. കേട്ടോ, യേശുക്രിസ്തുവിന്റെ അരാമിക് ഭാഷയിലാണ് ബൈബിൾ ഇറങ്ങിയത്. അത് ഹീബ്രു ഭാഷയിൽ പിന്നീട് അതിൽ അറബി ബൈബിളിൽ അള്ളാഹു തന്നെ ഇപ്പോഴുള്ളത്, പ്രപഞ്ചനാഥനെ അള്ളാഹു അൽ ഇലാഹു. ഇന്നും അറബി ബൈബിളിൽ ഈജിപ്തിലൊക്കെ ചെന്ന് ക്രിസ്ത്യാനികൾ ചെന്നാൽ ആ ബൈബിൾ എടുക്കുന്ന ഒക്കെ കാണാം അള്ളാഹു അള്ളാഹു അള്ളാഹു, യഹോവ എന്ന് പറയുന്നിടത്തൊക്കെ അള്ളാഹു. അപ്പൊ ഞാൻ പറഞ്ഞു, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ ശ്ലോകം എന്താ, സൂക്തം എന്താണ്? ആ സൂക്തത്തിൽ പറയുന്നത്, ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന്. ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല. നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല.
അതുകൊണ്ട് ഒരു പെണ്ണിന്റെ രൂപവും ഉണ്ടാക്കി ദൂഷിതനാകരുത്, ഒരാണിന്റെ രൂപം ഉണ്ടാക്കി ദൂഷിതനാകരുത്, ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപം ഉണ്ടാക്കരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപം ഉണ്ടാക്കരുത്, ഭൂമിയിലെ ഉരകവർഗത്തിന്റെ രൂപം ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഉഗ്രകോപിയായ നിന്റെ ദൈവം നിന്നെ ശിക്ഷിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ താഴെ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലെ ഒരു സബ്ഹെഡിങ് ഉണ്ട്, അച്ഛനതൊന്ന് വായിക്കണോർന്നു. അപ്പൊ അച്ഛൻ എനിക്ക് വായിച്ച് വിഗ്രഹാരാധനയുടെ ശിക്ഷ. ആഹാ, ഇത് ബൈബിളിലെ സബ്ഹെഡിങ് അച്ഛൻ വായിക്കാൻ, വിഗ്രഹാരാധനയുടെ ശിക്ഷ. ഞാൻ ചോദിച്ചു, ഇതെന്താ ചോ? അതെ, അതാണ് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം. ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ഓരോ മതക്കാരും അവരുടെ മതഭേദ ഗ്രന്ഥങ്ങളെ പുച്ഛിച്ച് പരിഹസിച്ച് അതനുസരിച്ച് ജീവിക്കില്ല എന്ന് തീരുമാനിച്ചു. അതവിടെ സംഭവിച്ചേ. പിന്നെയോ അവനാൻ ഉണ്ടാക്കിയ കുറെ ആശയവും അത് മതാക്കി, ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ഹിന്ദുയിസം, ഇതാണ് ഇസ്ലാം എന്ന് 3 കൂട്ടരിലെ പുരോഹിതന്മാരും പ്രതിഷ്ഠിച്ചു. അത് സ്വീകരിച്ച ഭൂരിപക്ഷം മതാനുയായികളുണ്ടായി. പ്യൂർ മതം സ്വീകരിച്ചവർ എണ്ണപ്പെട്ടവരും കുറഞ്ഞ അനുയായികളുമായി ലോകത്ത് മാറി. ഈ ദുരന്തമാണ് ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ ആ പ്രസംഗത്തിൽ ഒന്നുകൂടെ ചോദിച്ചു, ഏകപത്നി വ്രതം പറഞ്ഞ്, അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ പറയണേ, എടി നീ എന്റെ ഭാര്യ തന്നെ, നീ മാത്രമാണ് എന്റെ ഭാര്യ. 4 ആളുകൾക്കാണ് നിയമപരമായി മതാനുസൃതമായി ഞാൻ നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിച്ചു. പക്ഷെ എന്റെ ആസ്വാദനങ്ങളെല്ലാം ഇതര സ്ത്രീകളുമായിട്ടാണ്. ഇതുപോലെയാണ് അച്ചോ ഏകനായ ദൈവമുണ്ട്, അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ആരാധന മുഴുവനും അവന്റെ സൃഷ്ടികൾക്ക് നൽകുകയും ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ചിന്തിക്കേണ്ടിയിരിക്കുന്നതോ തന്റെ പ്രസംഗം എന്നെന്നോട്. വലിയ പ്രായം ചെന്നൊരച്ഛൻ, ഇനി അധിക കാലമില്ല, ഏത് നിമിഷവും മരണം കടന്നു വരും എന്നും ഓർമ്മപ്പെട്ടു. അതിനെക്കുറിച്ചും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. നിലവിളക്ക് എന്നത് ഒരു മതവിശ്വാസികളുടെ അഗ്നി ആരാധനയുടെ ഭാഗമാണ്. ഈ ട്യൂബ് ലൈറ്റുകളെല്ലാം പ്രകാശിക്കുന്ന ഈ സ്റ്റേജിൽ വരെ ഒരുപാട് ഹലോജൻ ലൈറ്റുകൾ പ്രകാശിക്കുന്ന ഇവിടെ ഒരു പ്രകാശത്തിന് വേണ്ടിയല്ല നിലവിളക്ക്. എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, എന്താ അത്? നമ്മളൊരു സ്വിച്ച് ഇടാൻ ചെല്ലുമ്പോ നമ്മൾ ആരും ലൈറ്റ് കത്തിക്കാൻ വേണ്ടി ദീപം 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 എന്ന് പറയാറില്ല. അതൊരു അഗ്നി ആരാധനയാണ്. അത് ഇസ്ലാമിക സമൂഹത്തിന് പാടില്ല എന്ന് ഞാൻ അവര് സസന്തോഷം അത് സ്വീകരിച്ചു. എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹം, മനുഷ്യ സമൂഹം ആരെ ആരാധിക്കണമെന്നതിൽ ഒരു ചിന്തയുമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എന്തിനേയും ആരാധിക്കാം, എന്ത് ശക്തികളെയും ആരാധിക്കാം. നമ്മളിപ്പോ ഒരു ആരാധ്യനുണ്ടാകേണ്ട കഴിവിനെ കുറിച്ചെങ്കിലും നമ്മളൊന്ന് ചർച്ച ചെയ്യണ്ടേ എല്ലാ മതക്കാരും? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നിങ്ങളെ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത ആരാധനയോട് ഒരാളെ ട്രെയിനിലുണ്ടായ അനുഭവത്തിലെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഒരാളെങ്ങനെ ഇരിക്കും, അപ്പൊ അയാളുടെ ലോക്കറ്റില് മാതാ അമൃതാനന്ദമയുടെ ഒരു പിക്ചറുണ്ട്. അപ്പൊ ഞാൻ പരിചയപ്പെട്ടു, വേഗം കൈ കൊടുത്തു. ഞാൻ ചോദിച്ചു, സാർ നിങ്ങളെ പേരെന്താണ്? ഞാൻ പറഞ്ഞു, എന്റെ പേര് രമേശൻ നായർ എന്നാണ്. ഞാൻ ചോദിച്ചു, സാറിന് എത്ര വയസ്സായി? 60 വയസ്സായി. നിങ്ങൾ അമ്മ ഭക്തനാണല്ലേ? അതെ. മാനസിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അമ്മയോട് പറയാറുണ്ടോ? അതെ, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ അവരുടെ അഭാവത്തിൽ പറയാ ഉണ്ട്. സർ, ഒരേ ഒരു ചോദ്യം എനിക്ക് നിങ്ങളോടുണ്ട്. സർ, നിങ്ങൾക്ക് വയസ്സ് 60, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് 54 വയസ്സ്. 6 വയസ്സ് അവരെക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ്. അഥവാ നിങ്ങൾ നിങ്ങൾക്ക് 6 വയസ്സാകുന്നത് വരെ അവർ ജനിച്ചിട്ട് പോലുമില്ല. അവര് ജനിച്ചിട്ട് പോലുമില്ല. ആ 6 കൊല്ലം നിങ്ങൾ വായു ശ്വസിച്ചു, വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു ഒക്കെ ഉണ്ടായി. നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായി. അവരെയൊക്കെ ആരാ സർ സംരക്ഷിച്ച്? അവരൊക്കെ ആരാ സർ വിളിച്ചു പ്രാർത്ഥിച്ച്? ഇങ്ങനെ 10 കൊല്ലത്തിനിടയിൽ ഒരു ദൈവം, 18 കൊല്ലത്തിന് വേറൊരു ദൈവം, 80 കൊല്ലം കഴിഞ്ഞാൽ വേറൊരു ദൈവം. സർ, ഇതിന്റെ ഒരു ബുദ്ധിയും അവസ്ഥയും എന്താ? എന്റെ ബാഗിൽ ഒരു കേസറ്റ് ഉണ്ടായിരുന്നു, ഓച്ചിറ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയുടെ. അടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, സാർ ഇതൊന്ന് കേൾക്കണം ഒഴിവ് സമയത്ത്, എന്നിട്ട് സാറ് ഒന്ന് വിലയിരുത്തണം. അത്ര മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. കേട്ടോ ആവോ നമുക്കറിയില്ല. ഞാൻ പറയുന്നത്, ജനങ്ങളെ ആരാവണം പടച്ചോൻ? അപ്പൊ നിങ്ങൾക്കറിയോ, മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ, അവരെ പറ്റിയില്ല, അവരുടെ ലിപിയെ പറ്റി പഠിച്ചിട്ട് ഗഹനമായ ഒന്നും അതിൽ നിന്ന് കിട്ടിയില്ല. ആ ലിപി വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് പ്രധാനമായി. എന്നാൽ ചിലത് വായിക്കപ്പെട്ടപ്പോ എ.ഡി. പുസൽക്കാർ എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ ഉത്ഖനന ഗവേഷകൻ, അദ്ദേഹം പറയാണ്, ഈ മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം ഇളക്കി മറിച്ചപ്പോ ഒരൊറ്റ വിഗ്രഹമോ ഒരു ചിത്രമോ ഒരു രൂപമോ ആരാധനക്ക് ഉപയോഗിച്ചു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒന്ന് അവിടുന്ന് കിട്ടിയില്ല എന്നത്
അവർ നിരീശ്വരവാദികളായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ല, അവർ ശുദ്ധ ഏകദൈവ ആരാധകരായിരുന്നു എന്നതിന്റെ തെളിവാണ്. അവർക്ക് ബഹുദൈവത്വം ഉണ്ടായിരുന്നില്ല. നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിന് ഒരു കൃതിയുണ്ട്, മൗലാന ആസാദ് എന്നാണ് ആ കൃതിയുടെ പേര്. അതിന്റെ 103-ാമത്തെ പേജിൽ മൗലാന ആസാദ് പറയാണ്, 2 പ്രയോഗങ്ങൾ പടച്ചോനെ കുറിച്ച് അവര് ആ മോഹൻജോദാരോ ഹാരപ്പൻ സംസ്കാരത്തിൽ ജീവിച്ചവർ ദൈവത്തിന് ഉപയോഗിച്ച 2 പദങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഇതുവാൻ. ഇതുവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിമവറ്റാത്ത അക്ഷികളുള്ളവൻ ആരോ അവൻ, ഒരിക്കലും കണ്ണിമവട്ടാതെ കാര്യങ്ങൾ സദാ സജീവമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാരോ അവനാകുന്ന സൃഷ്ടാവ് എന്ന് വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ്. വേറൊരു പദവും കൂടി ഉണ്ടായിരുന്നു അതിൽ. അതെന്താണ്? വേദ് കുൺ എന്നാണ് ആ പദത്തിന്റെ. ആ വേദ് കുൺ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയുടെ ഒന്ന് ക്ലിയറായി പറയാം, ഒരു അരയാൽ കുരുവിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ അതിന്റെ എൻഡ് വരെയുള്ള അവസ്ഥാവിശേഷങ്ങളിൽ അതിനനിവാര്യമായതെല്ലാം കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്നവൻ റബ്ബ്. അതാണ് ഇദ്വാൻ, വേദക്കൂൺ എന്ന് പറഞ്ഞാൽ. അപ്പോ ആരാ റബ്ബ്? ലോകത്തിന്റെ സൃഷ്ടാവ്. മരങ്ങളും അതുപോലെ ഇവിടെ എന്തൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ടോ അതിനെയൊക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് വേദഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞത്. ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. ആ ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഇറക്കിൽ പറയുന്നത് എന്തറിയോ? ഹിരണ്യഗർഭ സമവർത്തകാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സഥാതാര പൃഥ്വിയും ത്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാഭിദേമ. നോക്കെ, ലോകത്തിന്റെ പ്രപഞ്ചത്തെ ഗർഭം ധരിച്ചവൻ അഥവാ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. 7 ആകാശവും അത്ര തന്നെ ഭൂമിയും, 7 ആകാശത്തെയും 7 ഭൂമിയെയും സൃഷ്ടിച്ച് അതിലെ സർവ്വചരാചരങ്ങളെ. അപ്പൊ നിങ്ങൾക്കറിയോ, റാംസസ് 2-ാമന്റെ കൊട്ടാരത്തിൽ മോസസ് പ്രവാചകൻ, 10 കമാൻഡ്മെന്റ്സിന്റെ പ്രവാചകൻ ചെന്നപ്പോ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ പരിചയപ്പെടുത്തുന്ന റബ്ബാര? നീ ഒരു റബ്ബിനെ, ഒരു സൃഷ്ടാവിനെ, ഒരു രക്ഷിതാവിനെ നീ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, അതാരാന്ന് ചോദിച്ചു. അതിന് മൂസാ നബി അലൈഹിസ്സലാം നൽകിയ മറുപടി, റബ്ബുസ് സമാവാതി വല്ലർ വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും. ഇസ്ലാം ആരെയാ ദൈവമായിട്ട് പരിചയപ്പെടുത്തുന്നത്? എന്റെ ഭാസ്കരേട്ടാ, ദൈവേട്ട ശരിക്കും ആലോചിച്ചോ, എന്താ പറയുന്നത്, എന്താ പഠിപ്പിച്ചത്? അതൊന്ന് ശരിക്കും കേട്ടുനോക്കിയേ. റബ്ബുസ് സമാവാതി വല്ലർ, ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും വമാ ബൈനഹുമാ, അതിനിടയിലുള്ളതിനെയും, ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും മുഴുവൻ സൃഷ്ടിച്ചവനാരോ അവനാണ് എന്റെ രക്ഷിതാവ്. ഈ മറുപടി കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവർക്ക് സാധിക്കുമോ? ക്രൈസ്തവർക്ക് സാധിക്കുമോ? ഇവിടുത്തെ ഖബറാരാധകർക്ക് സാധിക്കുമോ? ഇവിടുത്തെ സൃഷ്ടിപൂജകർക്ക് സാധിക്കുമോ മൂസാ നബിയെ പോലെ മറുപടി കൊടുക്കാൻ? ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതിനെ മുഴുവനും സൃഷ്ടിച്ചവൻ ആരോ. ആ ഒരു പോയിന്റ് എടുത്തിട്ടത് ഞാനൊരു വിശദീകരണം നൽകാം, ചെറിയൊരു വിശദീകരണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എല്ലാവരും. ഒന്നിവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. ആകാശത്തെയും ഭൂമിയെയും അതിനിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവൻ ആരാ? സമം ശ്രീരാമൻ ആണോ? അല്ല. ശ്രീകൃഷ്ണൻ ആണോ? അല്ല. മുഹമ്മദ് നബിയാണോ? അല്ല. യേശു ക്രിസ്തുവാണോ? അല്ല. ഇനി മിനിയാന്ന് എറണാകുളം ജില്ലയിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ട്രെയിനിൽ സ്വാഭാവികമായിട്ട് യാത്രക്കാരായിട്ട് വേഗത്തിൽ ഇടപഴകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവന് 5 മിനിറ്റ് ഒരു ക്രിസ്ത്യാനി ഒരു ആലുവയെന്ന് കയറിയിട്ട് അയാൾ എറണാകുളത്ത് തുറന്നു. അയാൾ എങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അയാളായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചു, യേശു ക്രിസ്തു കുരിശിലേറി എന്ന് വിശ്വസിക്കുന്ന ആളാണല്ലേ നിങ്ങൾ? അതെ അതെ അതെ, ശരി. യേശു ക്രിസ്തു വെള്ളിയാഴ്ച കുരിശിലേറി ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ. ഈ വെള്ളിയാഴ്ച കുരിശിലേറി ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ വെള്ളി ശനിയിലേക്ക് പ്രവേശിച്ചു, ശനി ഞായറിലേക്ക് പ്രവേശിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ. വെള്ളിയാഴ്ച കുരിശിലേറിയ യേശു ക്രിസ്തു മരിച്ചു നിങ്ങൾക്ക് ഉറപ്പല്ലേ? അതെ. ഞായറാഴ്ച വരെ ജീവനില്ല എന്ന് ഉറപ്പല്ലേ? ശരി. ഒരു ചലനമില്ല എന്ന് ഉറപ്പല്ലേ? ശരി. എങ്കിൽ രാവ് പകലിലേക്കും പകല് രാവിലേക്കും പ്രവേശിച്ചു എന്നുള്ളൊരു സത്യമല്ലേ? അതെ. അന്ന് ആകാശവും ഭൂമിയും നിലനിന്നുള്ളൊരു സത്യമല്ലേ? ഇതിനൊക്കെ കൺട്രോൾ ചെയ്ത ഒരാളുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ? അത് യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് അഭിപ്രായം ചോദിച്ചു? ഇല്ല. നലി എന്റെ സബ്ജക്ട് ഇവിടെ അവസാനിച്ച്. ആ ആകാശത്തെയും ഭൂമിയെയും രാവിനെയും പകലിനെയും ഒക്കെ കൺട്രോൾ ചെയ്തൊരു ശക്തി അന്നുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവനെ ദൈവമായ ആരാധിച്ച ഞങ്ങൾക്കും എനിക്കും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചോദിച്ചു. നിങ്ങൾ ഇറങ്ങിക്കോളി, എനിക്ക് കയറിയിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങിക്കോളി. എന്റെ മനസ്സിൽ ഇത് കയറിയിട്ടുണ്ട്, നിങ്ങൾ ഇറങ്ങിക്കോളി. എല്ലാവർക്കും പ്രകടമായി. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്ന അതാണ്. ഈ ഒരു മറുപടി ഏതാ മറുപടി? ഇതിനൊരു മറുപടി ഇവിടെ ഉണ്ട്. 26-ാം അധ്യായം 23-ാമത്തെ വചന.
ഒരു മറുപടി കേട്ടോളൂ. 49, 50, 51, 52 വചനം 20-ാം അധ്യായം സൂറത്ത് ത്വാഹ. ഫമൻ റബ്ബുക്കും മാ യാ മൂസ. അല്ല മൂസ, ഹാറൂൻ, നിങ്ങളിപ്പോ എന്റെ അടുത്ത് വന്നിട്ട് മാത്രമല്ല, അത് പറയുമ്പോൾ ശരിക്കും പഠിക്കാൻ വേണ്ടി റെഫറൻസിന് വേണ്ടി പറയാണ്. ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുക്കുമുൽ അഅല. ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ അഹങ്കരിച്ച് കിടക്കുന്ന ഫിറൗനെ, ആ ഫിറൗന്റെ തട്ടകത്തിലുള്ള ഒരു ലോകമാണ് മൂപ്പരുടെ ലോകം. ആ ലോകത്തിന്റെ അധിപതിയായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയെടുത്താണല്ലോ മൂസാ നബി അവിടെ ചെല്ലണേ. ആ കൊട്ടാരത്തിൽ ചെല്ലണവും ദൈവത്തിൽ നടത്തണു. മൂസാ നബി അവിടെ തന്നെ ആയിരുന്നല്ലോ വളർന്ന്. ആ കൊട്ടാരത്തിൽ ചെന്നിട്ടൊരു ചോദ്യമാണ് ഫിറൗൻ, ഫമൻ റബ്ബുക്കും മാ യാ മൂസ. അല്ല മൂസ, കുറെ സമയത്ത് ഇവിടെ കിടന്ന് രണ്ട് കാര്യം മനസ്സിലായി. ആ ഭരണം ഫിറൗൻ എജ്ജാട് മാറിയിട്ട് ഞാനൊന്ന് ചന്തിയക്കട്ടെ എന്ന് അറിയാനല്ല പോയതെന്ന് മനസ്സിലായി. എന്താ സിംഹാസനൊക്കെ മാറ്റി ഈ ആളുകളെ മർദ്ദിക്കുന്നൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ടേക്ക് ആ കസേലയിൽ ഞാനൊന്ന് ചന്തി ഉന്നിക്കോട്ടെ എന്നാ? അല്ല. കാരണം എന്നറിയോ? ഫിറൗനിന്റെ ചർച്ച തന്നെ ഫമൻ റബ്ബുക്കും മാ യാ മൂസ. മൂസ കുറെ സമയത്ത് ഇവിടുന്ന് ഒരു റബ്ബിനെ പറ്റി പറയുന്നല്ലോ. ആരാ മൂസ റബ്ബ്? റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. അല്ലോ എല്ലാ ഈ മറുപടിയിൽ ഞാൻ വിശദീകരിക്കാം. ആ പറഞ്ഞതിന്റെ പൊരുളെന്താ? എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും ആ ജീവജാലങ്ങളുടെ ജനിതക കോഡുകളിൽ വളരെ കൃത്യമായിട്ട് അതിന്റെ ജനിതക കോഡുകളിൽ അത് ജനിച്ചത് മുതൽ അതിന് മരണം നിശ്ചയിച്ചത് വരെയുള്ള പ്രോഗ്രാമിംഗ് സംവിധാനിച്ച് ആ ജീവജാലത്തെ ഭൂമി ലോകത്തേക്ക് ഉയർത്തിയ പടച്ചോൻ എന്നാണ് മറുപടി. ഇനി ഞാൻ അതൊന്ന് വിശദീകരിക്കാം. ഈ ആർട്ടിക് ടേൺ എന്ന് പറയുന്ന പക്ഷി 15,000 കിലോമീറ്റർ വരെ യാത്ര ചെയ്യും. അലി, ഡോക്ടർ അലി, അദ്ദേഹമായിരുന്നു പക്ഷി ശാസ്ത്ര രംഗത്ത് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരാൾ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കടലുണ്ടിയിലൊക്കെ വരും. നമ്മുടെ കേരളത്തിലും ദേശാന്തര ഗമന സ്വഭാവമുള്ള പക്ഷികൾ വരുന്നുണ്ട്. ഈ പക്ഷികൾ ഇരുന്ന കൊമ്പിൽ കറക്റ്റ്, അതായത് കഴിഞ്ഞ വർഷം വന്നിരുന്ന കൊമ്പിൽ തന്നെയാണ് ഇത് കറക്റ്റ് വന്നിരിക്കുന്നത്. ആരാണ് ഇത്ര കൃത്യമായി ഇതിന് മാർഗദർശനം? അതിന്റെ ജനിതക കോഡുകളിലെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ചെയ്തു വെച്ചാണ് ആ സീസണിൽ അത് പുറപ്പെടുമ്പോൾ ആ പ്രോഗ്രാം അനുസരിച്ചേ അതിന് സഞ്ചരിക്കാൻ കഴിയൂ, ആ പ്രോഗ്രാം അനുസരിച്ചേ അതിന് നിലക്കാൻ കഴിയൂ. എന്നിട്ടോ ഈ ആർട്ടിക് ടേൺ അത് അവിടെ വന്നിട്ട് ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിൽ വന്ന് അവിടെ കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളാണ് പിന്നീട് മുന്നിൽ പറക്കുന്നത്. അമ്മ വന്ന അതേ ലക്ഷ്യസ്ഥാനത്തേക്ക് ആ കുഞ്ഞ് പിന്നെ പറന്നു പോവുകയാണ്. ആരാണ്? മൂസാ നബിയുടെ മറുപടിയുടെ പെർഫെക്റ്റ് ആ അവസ്ഥ കേട്ടോ. റബ്ബുനല്ലദീ അഅത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിക്കുകയും മാർഗദർശനം ആവശ്യമുള്ള മുഴു ജീവവർഗങ്ങൾക്കും മാർഗദർശനം ചെയ്യുകയും ചെയ്ത് ഒരു ഹൈന്ദവ സന്യാസിക്ക് ഇത് പറയാൻ പറ്റും, ഒരു ക്രൈസ്തവ സന്യാസിക്ക് ഇത് പറയാൻ പറ്റും. പഞ്ചായത്തിലും ഗ്രാമാടിസ്ഥാനത്തിലും പടച്ചോനെ പരിചയപ്പെടുത്തുന്നവർക്ക് പറയാൻ പറ്റുന്ന ഒരു മറുപടിയാണോ ഇത്? വിശുദ്ധ ഖുർആൻ, ഒടുവിലത്തെ ഗ്രന്ഥം, ലോകത്തിന്റെ തമ്പുരാൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, മാനവ രാശിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള ദൈവീക ഗ്രന്ഥമായ ഖുർആനിൽ വളരെ സവിസ്തരം പറഞ്ഞെടുത്ത് പറയുന്നത് ആകാശഭൂമികളിൽ എന്തൊക്കെ ജീവവർഗങ്ങളുണ്ടോ ആ ജീവവർഗങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ലോകത്തിന്റെ നാഥൻ, ആ നാഥനാണ് ഇതിനൊക്കെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഹീൽ മത്സ്യങ്ങൾ സർഗാസോ കടലിൽ വന്ന് അവിടെ മുട്ടയിട്ട ഉടനെ അമ്മ തലതല്ലിച്ചാകുന്നത് പോലെ ചത്തുപോവുകയാണ്. ആ മുട്ടയിട്ട ഉടനെ അവ ചത്ത് 8 മാസമോ 9 മാസമോ ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞു വളർന്നിട്ട് അമ്മയില്ലാതെ അമ്മ പുറപ്പെട്ട ദിക്കിലേക്ക് കൃത്യമായി എത്തുന്നു എന്നത് അത്ഭുതകരമായ ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം, കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം മതം സുരക്ഷയാകുന്നു എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു വിശ്വാസത്തിലേക്ക്, നിർഭയത്വമുള്ള ഒരു വിശ്വാസത്തിലേക്ക് മാനവരാശിയെ ഞങ്ങൾ നയിക്കുന്നുണ്ട്. ഒരു പന്നീർ പുഷ്പത്തിന്റെ ഇതളെടുത്ത് ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കേ എന്ന് വീണപൂവിലൂടെ കുമാരനാശാൻ പാടുമ്പോ ആ പുഷ്പത്തിന്റെ ഇതളും അതിന്റെ മനോഹാരിതയും അതിന്റെ ലാവണ്യവും അതിന്റെ സൗരഭ്യവും അതിന്റെ സൗന്ദര്യവും അതിൽ സന്നിവേശിപ്പിച്ച ഒരു സൃഷ്ടാവിനെ കാണാനാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. അപാരമാണ് ആ ചിഹ്നം. ലോകത്തിലെ ഏതൊരു ജീവവർഗത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ നോക്കി, ഈ കാണുന്ന ചരലും മണ്ണും വിണ്ണും എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ ആരാധിക്കാൻ മാർക്കോസിലെ 12-ാം അധ്യായത്തിന്റെ വാക്ക് ഞാൻ ഇരുന്നിട്ട് എത്ര സമയം പ്രസംഗിച്ചാലും എന്നെ തടുക്കാത്ത വിധം ആ സദസ് പാകമായി, ആ സ്റ്റേജ് പാകമായി. പല ആളുകളും അവർക്ക് സംഗീതം ആചരിക്കാൻ വേണ്ടി ആളുകൾ വന്നിരുന്നിടത്ത് പോലും അതിൽപ്പെട്ടവർ പോലും തുടർന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മനുഷ്യ ജീവിതത്തിൽ അവർ കേട്ടിട്ടില്ലാത്ത അള്ളാഹുവിന്റെ വചനത്തിന്റെ മാസ്മരികത ഉണ്ടല്ലോ,
പടച്ചോൻ പഠിപ്പിച്ച വേദഗ്രന്ഥത്തിന്റെ മാസ്മരികത, ആ മാസ്മരികത അപാരമാണ്. അതുകൊണ്ടാണ് ഏതൊരു സൃഷ്ടിജാലത്തെയും നിങ്ങളൊക്കെ ആ പടച്ചോനെ ആരാധിക്കാൻ പറയുമ്പോ ഉച്ചനീചത്വങ്ങളില്ല സഹോദരങ്ങളെ. യാതൊരു നീക്കുപോക്കുകളുടെയും ആവശ്യമില്ല. നമുക്ക് കരൾ നൽകിയ, നമുക്ക് ആത്തു നൽകിയ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും എല്ലാം സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനെ ആരാധിക്കാനാ പറയും. ശവകുടി നിങ്ങളുടെ ക്ഷണമല്ല. ഏറ്റവും അത്ഭുതകരമായ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ ഞാന്. നിങ്ങൾ നോക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് ഞാൻ സായിബാബയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. സായിബാബയുടെ മരണം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് 130 ഗ്രാം ഭാരമുള്ള 1000 വർഷം നിലനിൽക്കുന്ന അരിപ്പാ സംവിധാനമായ കിഡ്നി, അതായത് ഒരാളുടെ കിഡ്നിയുടെ അരിപ്പയുടെ ആയുസ് എത്ര അറിയുന്നത്? 1000 വർഷമാണ്. മനുഷ്യന്റെ അല്ല, 1000 വർഷം അരിക്കാനുള്ള കപ്പാസിറ്റിയാണ് അത്രേ അള്ളാഹ് എന്തിനു കൊടുത്തത്? മനുഷ്യ ശരീരത്തിലെ കിഡ്നിയിലെ അരിപ്പാ സംവിധാനത്തിന്. എന്തേ അള്ളാഹ് 1000 കൊല്ലം കൊടുത്ത്? ഈ ജാതി കാട്രായി കുടിക്കുന്ന ഒരു കൗമ ഇവിടെ വരുന്നു പടച്ചോനറിയാ. എന്നാലും ആ ഇട്ട ആയുസ് അത്രയും ജീവിച്ചോട്ടെ വിചാരിച്ചിട്ടാ. 1000 കൊല്ലത്തിൽ 60 കൊല്ലം ജീവിക്കുന്ന മനുഷ്യൻ എന്തിനാ 1000 കൊല്ലം വർക്ക് ചെയ്യുന്ന ഒരു സംഗതി? അതായത് ഈ ചെങ്ങായിയെ 50 കൊല്ലം വർക്ക് ചെയ്യിപ്പിക്കേണ്ട 5 ദിവസം കൊണ്ട് തീർത്തു കളി. ആ ജാതിയിലെ അടിച്ചു പൂസുന്നത്. ആ ജാതിയിൽ ഇപ്പൊ നിങ്ങൾ നോക്ക്, തിരുവനന്തപുരം സ്റ്റാച്യൂവിൽ എന്റെ ജീവിതത്തിൽ കണ്ടൊരു കാഴ്ചയാണ്. ഒരുത്തൻ പാന്റ് കുപ്പായൊക്കെ നല്ല ഇൻസൈഡ് ഒക്കെ ചെയ്ത് കോട്ടും ഒക്കെ മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുക, നായ കാലൊന്നിക്കാന് നല്ല രസം ഉണ്ടാവില്ലേ? ആ ജാതി വിധി ഈ കേരളത്തിലെ മണ്ണിലെ ജനതക്കല്ലാതെ ആർക്കാളുള്ളത്? ആർക്കാളുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോ കോട്ടയത്ത് ഇങ്ങനെയാണ് ഒരു മുസ്ലിമ കയ്യിൽ മന്ത്രിച്ചൂലി ചരടോ കെട്ടിയിട്ടുണ്ട്. ഉസ്താദെ സഹിക്കാൻ പറ്റാത്ത കുറ്റബോധം ഉണ്ട് എനിക്ക്. ഞാൻ ചോദിച്ച എന്തേ? ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു എന്റെ മനസ്സിൽ സഹിക്കരുത്. അല്ലെ മദ്യത്തെക്കുറിച്ച് അവിടെ ആകെ 5-6 മിനിറ്റേ പറഞ്ഞു. ഇത് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആരെയാ ഫോക്കസ് ചെയ്യേണ്ടത്? എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നമുക്ക് ആരുടെ കടപ്പാട്? നമുക്ക് ശരിക്കും ആരോടാ കടപ്പാട്? പഠിച്ചോനെ, തിരുവനന്തപുരത്തെ മിമ്പറിൽ മദ്യത്തെക്കുറിച്ച് ഒരു ഖുതുബ കേട്ടിട്ട് ഒരാളെ ഏങ്ങിക്കറിയും, ഒരു ആചാനുഭാവമായ മനുഷ്യൻ ഖുതുബ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറയാണ്, എനിക്ക് നിങ്ങളോട് സ്വകാര്യമായിട്ട് ആരുണ്ടായത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റൂമിൽ വരും. ആയിക്കോട്ടെ. ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ അയാളെന്റെ റൂമിൽ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് അയാളെ ഭാരം താങ്ങാൻ പോലും കഴിഞ്ഞില്ല. അയാള് ഭയങ്കര കരച്ചിലാണ്, അപാര ദുർഗന്ധവും. അയാൾ എന്നോട് പറയണ, ഉസ്താദെ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച പോലും കുടിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 3-4 മാസമായി തിരുവനന്തപുരം ജില്ലയിലും ഗാന്ധി പാർക്കിലും ഒക്കെ നടക്കുന്ന പബ്ലിക് പ്രസംഗം കേട്ട് തൗഹീദൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണ്. പക്ഷേ മദ്യം ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു കാരണവശാലും കഴിയില്ല ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് അയാൾ ബേജാറാകുകയാണ്. അതായത് ആ ബേജാറാണ് ഒരു ഖുത്ബയിലൂടെ നമുക്ക് നൽകാൻ, ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് നൽകാൻ. ആ മകൻ മദ്യപാനം നിർത്തിയാൽ ആരൊക്കെ രക്ഷപ്പെട്ടു? ഉമ്മാക്ക് സന്തോഷം, ബാപ്പാക്ക് സന്തോഷം, ഭാര്യക്ക് ആഹ്ലാദം, മക്കൾക്ക് ആനന്ദം. എന്തൊരു കർമ്മമാണ് നമുക്ക് നിർവഹിക്കാനുള്ള ഈ ലോകത്ത്. അതിനാണ് ഒന്നാമതായി ആയിഷ ബീവി പറഞ്ഞ വാക്കിലേക്ക്, തൗഹീദിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഈ ലോകത്ത് പ്രവാചകൻ മക്കയിൽ വന്നിട്ട് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, കല്ലുകുടിക്കരുത് എന്നൊക്കെയായിരുന്നു പറഞ്ഞതെങ്കിൽ ഈ സമുദായം മാറുമായിരുന്നില്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്തറിയും? ഇപ്പം നിങ്ങൾക്കറിയാം, നേരത്തെ താജു പറയുകയുണ്ടായി, ഒരു സമൂഹത്തെ മാറ്റിയെടുത്തതിന്റെ രത്ന ചുരുക്കം അവസാനം പറയുകയുണ്ടായി. മാമൻ മാപ്പിള ഹാള്, ഞാൻ മെനയാന്ന് ഓർത്ത കഥയതാ. കോട്ടയത്തിലൂടെ ടൗണിലൂടെ കടന്നു പോകുമ്പോൾ മാമൻ മാപ്പിള ഹാള് നിന്നപ്പോ എനിക്ക് പ്രോഫ്കോണാ ഓർമ്മ വന്നത്. അവിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായി 4 കൊല്ലം മദ്യപിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ആദ്യമായിട്ടാണ് അവർ ക്ഷണിച്ചിട്ട് പ്രോഫ്കോണിൽ വരുന്നത്. പ്രോഫ്കോണിൽ വന്നിട്ട് അവരുടെ ബാഗില് വിദേശ മദ്യത്തിന്റെ കുപ്പിയായിട്ടാണ് അവർ വരുന്നത്. അവിടെ ആദ്യത്തെ 2 ക്ലാസ്, ഒന്ന് ഹാരിസ് ബിൻ സലീമിന്റെ ആയിരുന്നു, പിന്നൊന്ന് എന്റേതായിരുന്നു. പിന്നെ ആ ക്ലാസ് വളരെ നമ്മൾ തുടങ്ങുമെന്ന് നമ്മൾ വിഷയത്തിലേക്ക് വന്നു. ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ തേടിയെന്നായിരുന്നു ആദ്യത്തെ വിഷയം. 2ാമത്തെ വിഷയം അതുപോലെ. അങ്ങനെ ആ ദിവസം പരിപാടി കഴിഞ്ഞിട്ട് കുറഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അതൊക്കെ അവരുടെ അനുഭവം പിന്നീട് നമ്മൾ അറിയുന്നതല്ല. പിന്നെ അവർ പറയാൻ ചിങ്ങയുടെ വിഷയമായിട്ട് കേട്ടപ്പോ ഇനി ഒരിക്കലും മദ്യപിക്കൂല ഞങ്ങൾ തീരുമാനിച്ചു. 4 വർഷത്തിന്റെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് വെറും 4 മണിക്കൂറിനുള്ളിൽ മോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ ദർശനത്തിന്റെ ഒരു മാറ്റം തന്നെയാണ്, അള്ളാന്റെ ദീനിന്റെ ഒരു മാറ്റ. ജനങ്ങളെ, വളരെ ഗൗരവമായി നിങ്ങളോട് ഞാൻ പറയാൻ, ഏതൊരു മക്കളെയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചേൽപ്പിക്കുക. നിങ്ങൾ തിരുവനന്തപുരത്ത് അവിടെ താമസിച്ചിരുന്ന ഒരു കുട്ടിയുടെ അനുഭവം ഒരു ഉമ്മ പറയാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞു, കടപ്പാട് അള്ളാഹുവിനോടാണ്. നമുക്ക് എന്ത് കടപ്പാട്? എന്റെ മോന്റെ അവസ്ഥ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് എന്റെ മോന്റെ പരിവർത്തനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് MSM വേണ്ടി പറയാൻ
ഒരു പ്രോഫ്കോൺ കഴിഞ്ഞിട്ട് പറയാൻ എന്തേ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ ജനങ്ങളുടെ പ്രശ്നം? ജനങ്ങൾക്ക് കുറെ ദുഃഖങ്ങളുണ്ട്, ആകുലതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഭാര്യ ചതിച്ചതിന്റെ നൊമ്പരമുണ്ട്, ഭർത്താവ് മറുകണ്ഠം ചാടിയതിന്റെ നൊമ്പരമുണ്ട്, അച്ഛനമ്മമാർ ചതിച്ചതിന്റെ നൊമ്പരമുണ്ട്, അമ്മ ആരോ കൂടെ ഓടിപ്പോയതിന്റെ വേദനയുണ്ട്. ഈ വേദനയൊക്കെ മറക്കാൻ ആളുകൾ കണ്ടെത്തിയൊരു മാർഗമാണ് മദ്യവും മയക്കുമരുന്നും. അവിടുന്നൊക്കെ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് അമ്മ ഉപേക്ഷിച്ചാലും ഉമ്മ ഉപേക്ഷിച്ചാലും നിന്റെ ഭാര്യ ചതിച്ചാലും നിന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന കരുണാമയനായ നിന്റെ അല്ലാഹ്, ആ അല്ലാഹ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടറാ എന്ന് പറയുന്ന തൗഹീദിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരേണ്ട നാം നമ്മുടെ എനർജി നശിപ്പിക്കണോ? നമ്മൾ ആലോചിക്കണം. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പ്രവാചകൻ കടന്നുപോയിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും സ്വാത്വികനായ നബിയെ അവരെന്താ വിളിച്ചത്? സാഹിർ എന്ന് വിളിച്ചില്ലേ? കാഹിർ എന്ന് വിളിച്ചില്ലേ? ശിർക്ക് ബന്ധപ്പെടുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് പോലും ആ പ്രവാചകൻ അവർ വിളിച്ചില്ലേ? ജ്യോത്സ്യപ്പണിയനാണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ ഭ്രാന്തനാന്ന് പറഞ്ഞില്ലേ? ഇന്നക്കല മജ്നൂൻ എന്ന് പറഞ്ഞില്ലേ? അല്ലാഹ് എന്താ പറഞ്ഞത്? ഓ ഇന്നക്കല അലാ ഖുലഖിൻ അദീം. സൂറത്ത് 68 അധ്യായം സൂറത്ത് കലമിലെ 4ാമത്തെ വാചകം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശിർക്ക് ചെയ്തോ ഇല്ലേ എന്ന് അല്ലേ സത്യം. പടച്ചോന്റെ മുമ്പിൽ വഹിദുകളാകുക, പടപ്പിന്റെ മുമ്പിൽ വഹിദായാലും മുശ്രിക്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒറ്റ വാചകം മാത്രമേ ഞാൻ സാന്ദർഭമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ദുറഹ്മാൻ സലഫിക്ക് ഒരു സ്വർഗവും നരകമുണ്ട്, ഞാനൊക്കെ നരകത്തിലായിരിക്കും. കാരണം ശിർക്ക് ചെയ്തില്ലേ? അള്ളാന്റെ സ്വർഗവും നരകമുള്ള ഇടത്തിൽ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച ഒരു വലിയ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓരോരുത്തരും വിചാരിക്കുന്ന ആശയാണ് സ്വർഗത്തിൽ ഓന്റെ സ്വർഗവും നരകമുള്ള സ്ഥിതി എന്താ? നമ്മളൊക്കെ എന്നൊക്കെ ചവിട്ടി പിടിച്ചിട്ട് അവിടുന്ന് വിടുവോ? ആ നരകത്തിൽ നിന്ന് മോന്തങ്ങനെ ചവിട്ടിയുടെ അമർത്തി പിടിക്കും. അതിന് മൂപ്പര് വേണേൽ കുറച്ച് ആളുകളെയും കോക്കസിനെയും നിർത്തും. നേരെ പിടിച്ച് അള്ളാന്റെ സ്വർഗത്തിൽ ഞാൻ മുവഹിദാണെങ്കിൽ ഇന്റെ റബ്ബ് ചെങ്ങായിന്റെ ഒച്ച കേട്ടിട്ട് ഓന്റെ കടപ്പുറത്തെ ചീറൽ കേട്ടിട്ട് ഇന്ന നരകത്തിൽ വിടുവോ? അല്ലാ ആ ജാതി ആളുകളെ താല്പര്യത്തിന് തുള്ളുന്ന ഒരു പാവയല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം, എന്നെ ജിന്നൂരിന്ന് വിളിച്ചോട്ടോ. എന്താ ഓന്റെ സംസ്കാരവും എന്തെല്ലാം പറഞ്ഞ് കടപ്പുറത്ത് അവിടെ വന്നോലെ എന്തൊക്കെ പറഞ്ഞ് ഈ ചെവി കൂടെ കിട്ടി, ഈ ചെവി കൂടെ വിട്ടുക. ഖലാസ് നമുക്ക് എന്തൊക്കെ ദൗത്യമുണ്ട്? ഇതാ ഈ കാണുന്ന ജനം അത് എന്നെ നമ്മളെ വെച്ചോ. ഈ കാണുന്ന ജനം, ഈ നിൽക്കുന്ന ആള് ഇത് വെറുതെ നിൽക്കുകയല്ല, എന്തോ അത്യാവശ്യം കിട്ടാനുണ്ട് ഇവരിരുത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാ, വേറൊന്നുമില്ല. പിന്നെന്ത് എന്തെങ്കിലും കിട്ടി ചോണ്ടാൻ പറ്റിയുണ്ടോന്ന് അത് ഏത് കാലത്തും ഉണ്ടാവും. അത് നിങ്ങളുടെ കാലത്തുണ്ടായിരുന്നു, അമ്പിയാക്കളുടെ കാലത്തുണ്ടായിരുന്നു, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. എല്ലാ നബിമാര് പലപ്പോഴും പല ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതിലായിരിക്കും പരാതി. ആ നാട്ടുകാർക്ക് ഉണ്ടായ പരാതി എന്താ? മാലി ഹാദർ റസൂൽ, ഇതെന്ത് നബിയാ? യൗകുലു തആം വയംശി ബിൽ അസ്വാദ്, ഇതെന്ത് നബിയാ ഇത്? തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന അങ്ങാടിയിലൂടെ നടക്കുകയും. ഓല് കണ്ടെത്തിയ പരാതി അതാ, ഒരു നബി അങ്ങാടിയിൽ ഇറങ്ങി. അപ്പൊ ഏത് കാലത്തുണ്ടായിരുന്നു ഇത്? വലാ യഖാഫുന ലൗമത ലാഇം, ആക്ഷേപകന്റെ ആക്ഷേപം ചൂളിപ്പോകേ. അതിന് നമ്മളെ കിട്ടൂലെന്നാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ട വലിയ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി വജ്തബാകും വമാ ജല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം വഹുവ സമ്മാകുൽ മുസ്ലിമീൻ. 22ാം അധ്യായം സൂറത്ത് ഹജ്ജ് 78ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു ബാധ്യത ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ജിഹാദ്. അതുകൊണ്ട് ഈ നാട്ടിലെല്ലാവരോടും മഴക്കാലം വരാൻ പോവാൻ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യേണ്ട പണി എന്തറിയോ? മഴക്കാലത്ത് അതിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ അധിക ആളുകളും വീട്ടിലുണ്ടാവും. നാനാജാതി മത്സ്യപ്പെട്ടൂലും അല്ലാത്തലും ഒക്കെ ഉള്ളുംപു മനുഷ്യന്മാരെ. ആ അല്ലാഹ് തന്ന വായു 60 കൊല്ലം ശ്വസിച്ചിട്ട് പടച്ചോൻ ഒരു യൂണിറ്റ് വായുനെങ്ങാനും പൈസ ഈടാക്കിയിരുന്നെങ്കിലേ ഇല്ലം വിട്ട് മുടിഞ്ഞു പോകുമായിരുന്നു മനുഷ്യരെ. ആ റഹ്മാനായ റബ്ബിൻ, ആ റബ്ബിന്റെ കാരുണ്യം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയാം നിങ്ങള്? വളരെ ഗൗരവമായി ഓർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഒരാള് ഒരു ഹൈവേയിൽ എവിടോ ആവട്ടെ, ഒരു ഹൈവേയിൽ ഒരാളിങ്ങനെ നിൽക്കുകയാണ്. ആ ഹൈവേയിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾക്ക് അയാൾ കൈ കാണിച്ചു. ഒരുപാട് വാഹനങ്ങൾ
ഒടുവിലൊരു കാറ് കൊണ്ടുവന്ന് നിർത്തി. എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പെരിന്തൽമണ്ണേക്കാറുണ്ട്, പാലക്കാട് ടൗണിന്. അപ്പൊ അയാളെ കയറി പെരിന്തൽമണ്ണ KSRT സ്റ്റാൻഡിന്റെ അടുത്ത് അവിടെ അവിടെ നിർത്തുന്ന ടാക്സി സ്റ്റാൻഡിന്റെ അടുത്ത് നിർത്തി അവിടെ കൊടുത്തു. അങ്ങനെ അയാള് ആ കാറിൽ ഇറങ്ങി. വളരെ കഷ്ടപ്പെട്ട് നിന്ന ഒരാളെ പിക്ക് ചെയ്ത് കൊണ്ടുപോവാണ്. അയാള് പെരിന്തൽമണ്ണ ടാക്സി സ്റ്റാൻഡിന്റെ അടുത്ത് ഇറങ്ങിയിട്ട് അവിടെ അപ്പുറത്ത് നിർത്തിയിട്ട് ഒരു ടാക്സിക്കാരനോട് താങ്ക്സ്, വലിയ ഉപകാരം കിട്ടുവാർ. അപ്പൊ ഈ കാറിലിരിക്കുന്നില്ലേ കൊണ്ടുപോവാൻ, ഈ ചെങ്ങായിനെ പാലക്കാട് നിന്ന് എടുത്ത് ഓനെ പെരിന്തൽമണ്ണ എത്തിച്ച കക്ഷി അയാൾ ഇങ്ങനെ തൊള്ളയിലൊക്കെ, എന്ത് നന്ദി കെട്ടവനെടാ, എടാ പാലക്കാടിന് ഞാൻ കൊണ്ടുവന്നിട്ട് പെരിന്തൽമണ്ണയിലെ നിർത്തിയിട്ട ടാക്സിക്കാരനോട് താങ്ക്സ് എന്നോ, സുബ്ഹാന് ഇവിടെ നീ തെറ്റുള്ള കുഞ്ഞിന് എനിക്ക് താങ്ക്സ് പറയുന്നു, ഇവൻ ആരടാ? അതുപോലെയാണ് നമ്മളെന്ത് അള്ളാന്റെ വായു ശ്വസിച്ച് അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ള തന്ന കണ്ണുകൊണ്ട് കണ്ട് യേശുക്രിസ്തുവിനോട് താങ്ക്സ്, ശ്രീരാമനോട് താങ്ക്സ്, മുഹമ്മദ്. അപ്പൊ വരുവേ, ഇതെന്തടാ? അള്ളാന്റെ വായു ശ്വസിച്ച് എന്നോട് എനിക്ക് തന്ന പോലെ വായു ഓനോട് താങ്ക്സ് പറയേ. ഈ ഒരു നന്ദികേട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യന്റെ നന്ദികേട് ആരുടെ? ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, ഒരു ദേവകിയുടെ ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ. എത്ര ചോദ്യ ആ സംഭവം. അത് ഞാൻ ആദ്യം വായിച്ച ദിവസം സത്യം അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കെന്താ അതിലുള്ളൊരു പോയിന്റ് ചിന്തിച്ചാൽ തന്നെ ഒരു ഹിന്ദുവിന് എങ്ങനെ ശ്രീകൃഷ്ണനെ ആരാധിക്കാൻ പറ്റും? എങ്ങനെ ആരാധിക്കാൻ പറ്റും? എന്താ ആ വാചകം മാത്രം പോരെ? ശ്രീകൃഷ്ണൻ പടച്ചോനല്ല, ആരാധനക്ക് പറ്റില്ല എന്ന് തെളിയാൻ. അതെന്താ? 7 മക്കൾക്ക് ശേഷമാണ് ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ പുറത്തു വരുന്നത്. ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിലാണ്. അനവധി മാസങ്ങൾ കടന്ന് ചിങ്ങമാസം വന്നു, തീർന്നില്ല. ചിങ്ങമാസം വന്നോന്നും മാത്രമല്ല, അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 6:30 രാത്രി സ്റ്റാർട്ട് ചെയ്തെന്ന് കൂട്ടിക്കോ. 7:30, 8:30, 9:30, 10:30, 11:30, 12. ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അർദ്ധരാത്രി. അപ്പൊ രാത്രി ഇങ്ങനെ വന്നിട്ട് അർദ്ധരാത്രി വരെ ആ രാത്രി ഇങ്ങനെ സഞ്ചരിക്കാൻ അല്ലേ? ഇതാര് കൺട്രോൾ ചെയ്തു? അപ്പൊ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും സമയം ഈ രാത്രിയെ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫില്ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലും യജ്രി ലി അജലിൻ മുസമ്മ. 35-ാം അധ്യായം 13. ഇസ്ലാം പറഞ്ഞ അതാ. ആരാണ് മോനെ സുരേന്ദ്ര രാവിനെ രാവിലും പ്രവേശിപ്പിക്കുന്നവൻ, സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിച്ചവൻ ആരാ? അവനാണ് അല്ലാഹ്. എന്റെ ജനങ്ങളെ, ഞാൻ ഒന്നുകൂടെ പറയാം. ദശരഥ മഹാരാജാവിന് ശാപം കിട്ടിയിരുന്നു, പുത്ര ദുഃഖത്താൽ നീ മരിക്കട്ടെ. അതിന്റെ കാരണം കൂടി നിങ്ങൾക്ക് അറിയൂ എന്താന്ന്? അതായത് അവിടുത്തെ ഒരു തടാകത്തിൽ മൺകുടത്തിൽ, അവിടുത്തെ ഒരു കുടത്തിൽ വെള്ളം ഇങ്ങനെ എടുക്കുന്ന ഒരു മുനി, ആ വെള്ളം ഇങ്ങനെ എടുക്കുന്നതിൽ ഗുളുകുളു എന്നാ ഉണ്ടാവുക. അപ്പൊ ദശരഥ മഹാരാജാവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നാ. എന്താ? ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പയ്യ. അപ്പൊ അദ്ദേഹം വിചാരിച്ച് ആന വെള്ളം കുടിക്കുകയാണ് തടാകത്തുനിന്ന്. പക്ഷെ ഒരു മുനി കുടത്തിൽ വെള്ളം എടുക്കുകയായിരുന്നു. ആ അമ്പ് വിട്ടു, അയാൾക്ക് കൊണ്ടു, അയാൾ മരിക്കുകയും ചെയ്തു. അപ്പൊ അയാളുടെ അന്ധയായ ഭാര്യ എങ്ങാണ്ട് ശപിച്ചു എന്നാണ്, പുത്രദുഃഖത്താൽ നീ മരിക്കട്ടെ. ഞാൻ ഈ പോയിന്റ് വായിച്ചപ്പോൾ ഓർത്തൊരു പോയിന്റ് എന്നറിയോ? ശ്രീരാമൻ അന്ന് ജനിച്ചിട്ടില്ല. പുത്രകാമേട്ട് യാഗം നടത്തി യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും ഗർഭം ധരിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ അച്ഛൻ ശാപം കിട്ടി നിൽക്കുന്നു. മനസ്സിലാക്കണം. അപ്പൊ ഈ തടാകവും തടാകത്തിലെ വെള്ളമെടുക്കലും അന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്ന് വെള്ളവും തടാകവും അവിടെ ഉണ്ടായിരുന്നു. അതാരാ ഒഴുക്കി? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആരാ നിങ്ങൾക്ക് നൽകിയത്? ആരാ നിങ്ങൾക്ക് ആ വെള്ളം നൽകിയത്? ആ നാഥനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ, മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച പടച്ചവനെ ആരാധിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ചരിത്രത്തിൽ ഏതാ ഞാൻ പറഞ്ഞു നേരത്തെ, ചരിത്രത്തിലെ വലിയൊരു കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ കതുമാത്ത, അദ്ദേഹം മരിച്ചുട്ടോ. അല്ല, അള്ളാനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഹയ്യുല്ലാ യമൂത്ത്, ഒരിക്കലും മരിക്കൂല. 130 ഗ്രാം ഭാരമുള്ള കിഡ്നി സായിബാബയുടേത് ടോട്ടൽ കേടുവന്നു. അദ്ദേഹത്തിന്റെ ശ്വാസകോശം കേടുവന്നു. അനാട്ടമി പഠിച്ച പ്രഗത്ഭരായ ഡോക്ടർമാരുടെ മുമ്പിൽ അദ്ദേഹം എത്തുന്ന എപ്പോഴെന്നറിയൂ? ആന്തരിക അവയവങ്ങൾ 90% ഡാമേജ് ആയിട്ട് അദ്ദേഹം താഴെ വീണു പോവുകയാണ്.
എന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ. അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് ആന്തരിക അവയവത്തിൽ ഒന്നുപോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യണില്ല, വളരെ ചുരുങ്ങിയ ജീവനാ ബാക്കിയുള്ളത്. അറിഞ്ഞിടത്തോളം സൂക്ഷ്മമായി എന്റെ വിലയിരുത്തലിൽ അദ്ദേഹത്തിന്റെ മരണവാർത്ത വരുന്നതിന്റെ 10 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ വെറുതെ പറയില്ല, ആ നിലക്കുള്ള പഠനങ്ങളൊക്കെ ആ രംഗത്ത് നടന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചില ഔട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞാലുണ്ടെങ്കിലും. സംഗതി അതാണ്ടായി. ഞാൻ പറയുന്നത് സ്വശരീരത്തിലെ 130 ഗ്രാം ഭാരമുള്ള കിഡ്നി വീക്കായത് അറിയാത്ത ഒരാള് അദ്ദേഹത്തെ ആരാധിക്കുന്നതിന്റെ ഒരു അവസ്ഥാവിശേഷം മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊന്ന് ചിന്തിക്കുക. വല്ലാത്തൊരു സുനാമി പോലും പ്രവചിക്കാൻ ഒരാൾക്ക് കഴിയില്ല. അതുകൊണ്ടല്ലേ മാതാമൃതാനന്ദമായി ഉണ്ടാക്കി കൊടുത്ത വീടുകൾ സുനാമി തകർന്നുപോയി. പിന്നെ റീകണ്ടീഷൻ ചെയ്യുക. നേരെ മറിച്ച് ഇവിടെ അടുത്ത വർഷം സുനാമി 2004 ഡിസംബർ 26 ഉണ്ടാകും എന്ന ഭാവി അവർക്ക് അറിയാമായിരുന്നെങ്കിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ രവിശങ്കർ സപ്ലിമെന്റ് മാതൃഭൂമിയുടെ സ്പെഷ്യൽ സപ്ലിമെന്റിൽ MP വീരേന്ദ്രകുമാർ MP ഒരു ലേഖനം എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹത്തെ ദൈവമാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് MP വീരേന്ദ്രകുമാർ. പക്ഷേ ആ ലേഖനത്തിൽ തന്നെ അദ്ദേഹം ദൈവമല്ല, സാധാരണ മനുഷ്യനാണെന്ന് തെളിയിക്കുന്ന പലതും MP വീരേന്ദ്രകുമാർ എഴുതുന്നു. അതിലൊരു പ്രധാന പോയിന്റ് എന്തായിരുന്നു എന്നറിയോ? ആർട്ട് ഓഫ് ലിവിങ്ങിന് ക്ലാസ് എടുക്കുന്ന, ഓൾ വേൾഡിൽ ക്ലാസ് എടുക്കുന്ന ഒരു പെണ്ണ്, അതിവിദഗ്ധയായ ഒരു പെൺകുട്ടി, അതായത് രവിശങ്കറിന്റെ ശിഷ്യ. അപ്പൊ അവർക്ക് ഒരു വിദേശ രാജ്യത്തേക്കുള്ള ടിക്കറ്റ് കൊടുത്തിട്ട്, അതിന് MP വീരേന്ദ്രകുമാർ സാക്ഷ്യം വഹിക്കുന്ന രംഗ പറയുന്നത്, ടിക്കറ്റ് കൊടുത്തു, യാത്ര കൊടുത്തു, ഉപദേശങ്ങൾ നൽകി, അവിടെ പോകണം, ഇന്ന് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി പറഞ്ഞേക്കാൻ. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന വാർത്ത, ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടു, ഈ കുട്ടി മരിച്ചു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചിന്തിക്ക്, MP വീരേന്ദ്രകുമാർ സാക്ഷ്യം വഹിച്ചൊരു സദസ്സ് 1 മണിക്കൂർ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന തന്റെ ശിഷ്യക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം പോലും തിരിച്ചറിയാനാവാത്ത രവിശങ്കറിനെ അടുത്ത പാരഗ്രാഫിൽ പടച്ചോനായി അവതരിപ്പിക്കുകയാണ്. ഈ MP-മാർക്കും ഈ മന്ത്രിമാർക്കും ഈ ജില്ലാ കളക്ടർമാർക്കും രാഷ്ട്രപതിമാർക്കും പ്രധാനമന്ത്രിമാർക്കും അവരെ സൃഷ്ടിച്ച പടച്ചോനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് കഷ്ടമാണ്. എന്ത് LLB, എന്ത് IAS ഉണ്ടായിട്ട് എന്താ കാര്യം? സൃഷ്ടിച്ച നാഥനെ, സ്വന്തം അമ്മനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഏതോ പെണ്ണിനെ അമ്മ എന്ന് വിളിച്ച് നടക്കുക. മനുഷ്യരെ എന്തൊരു അവസ്ഥാവിശേഷമാണിത്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ അടുത്ത ദിവസം നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചു. അതിൽ സ്റ്റേജിൽ തന്നെ അമുസ്ലിങ്ങളുടെ പ്രാദേശിക 10-25 ആളുകളുണ്ട്. അതിൽ BJPയുടെ സമുന്നതനായ ഒരു നേതാവ്, അദ്ദേഹം നമ്മളിറക്കിയ ലഘുലേഖയിൽ ഒരു വാചകം വായിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളാരെയും കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ ക്ഷമിക്കണോ, ഇതിലെ ബിംബാരാധകരും ദൈവേതര ശക്തികളെ ആരാധിക്കുന്നവരെ നരകത്തിലാണെന്ന് എഴുതിയാൽ ആ വാചകം ഞങ്ങൾക്കൊരു വേദന ഉണ്ടാവൂലേ, നിങ്ങൾ അങ്ങനെ എഴുതാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്കൊരു വേദന ഉണ്ടാവൂലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇരുന്നപ്പോ ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആ വാചകത്തിന്റെ മേലെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നല്ലോ, അതെന്താ സർ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത്? ആ ശ്ലോകം ഇതായിരുന്നു, അന്തം തമഹ പ്രഭിശന്തിയേ സംപൂജ്യമുപാസതേ തദോഭൂയ ഇവദേ യഹു സംബൂദ്യാം രഥഃ. ഈശാവാശോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു ദേവിയെയോ ഏതെങ്കിലും ഒരു ദേവനെയോ ഏതെങ്കിലും ഒരു പിതൃമാനവാദികളെയോ ഏതെങ്കിലും ഒരു സൃഷ്ടിയെയോ ഒരാൾ ആരാധിച്ചാൽ അവൻ ഘോരാന്ധകാരമായ നരകത്തിലായിരിക്കും എന്ന് സർ നിങ്ങളുടെ വേദഗ്രന്ഥത്തിലുണ്ട്, അത് നിങ്ങളെ അറിയിക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന്. ഏതുപോലെ ഒരു കാര്യം കൂടെ ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താ? ഒരു പെൺകുട്ടി, മാധവേട്ടന്റെ മോള് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഒരു ഇതാണ് പറയുന്നത്, ഞാൻ അമുസ്ലിങ്ങൾക്ക് മനസ്സിലാണ് മാധവേട്ടനെ പറയുന്നത്, പിന്നെ എന്റെ ഒരു നല്ല സുഹൃത്തുക്കൾ. ഈ മാധവേട്ടനെ മകള് ഒളിച്ചോടിപ്പോയി. അങ്ങനെ ഞാൻ ചിരിച്ചുകൊണ്ട് ചെല്ലുകയാണ് മാധവേട്ടന്റെ അടുത്ത്. മാധവേട്ട, 5 കൊല്ലം മുമ്പേ എനിക്കറിയാം എപ്പം പറഞ്ഞോളൂ ഒളിച്ചോടും എന്ന് പറഞ്ഞാൽ മാധവേട്ടൻ എന്താ ചെയ്യാ? എണീറ്റിന്റെ കരണക്കുറ്റി ചടപട എന്ന് ഒന്നാട് പൊട്ടിക്കല്ലേ ചെയ്യാ. 5 കൊല്ലം എന്റെ മോള് ഒരുത്തനായിട്ട് പ്രേമത്തിലായിരുന്നു. ഈ കുട്ടൻസൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നിട്ടോളം ഒളിച്ചോടിയതിനു ശേഷം അയാൾ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പോയിട്ട്, മാധവേട്ടാ എനിക്ക് പണ്ടേ അറിയായിരുന്നു 5 കൊല്ലം മുമ്പ് എങ്ങളെ മോള് പോകുന്നു, എന്തായിരിക്കും പ്രതികരണം? അതുപോലെ ഇവിടുത്തെ മനുഷ്യരിൽ പലരും ബിംബാരാധനയും കബറാരാധന നടത്തി നരകത്ത് പോകുന്നുള്ള അവരെ വേദത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി. അത് ഞങ്ങൾ തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ പാപികളാണോ നല്ലത്? ഇനി ഇതേ സംഭവം തന്നെ ഇങ്ങനെ തന്നെ ഉദാഹരണം എടുത്തോ. ഈ BJP നേതാവ് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചു വരുത്തി ബിംബാരാധന നരകത്ത് പോകുന്നു ഞങ്ങളെ വേദത്തിൽ വരെ ഉണ്ടായിട്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല? അപ്പൊ ക്ലിയറായി. പരിപാടി തീരുന്നവരെ അദ്ദേഹം ഇരുന്നു. എന്റെ ജീവിതത്തിൽ BJP-കാരൻ തീർത്തിരുന്ന ദിവസം അദ്ദേഹം ഒരു ജില്ലയുടെ നേതാവാണ്. ഇരുന്നെന്നും മാത്രമല്ല
അവസാനം അദ്ദേഹം എനിക്ക് പഠിക്കേണ്ടതുണ്ട്, അയാൾ ഇപ്പൊ പഠിക്കുന്നു. അന്ന് ഖുർആന്റെ കോപ്പി ചോദിച്ചു വാങ്ങി അള്ളാന്റെ ഗ്രന്ഥം. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. അതിനിടയിലായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാലം തീർക്കരുത്. അത്യാവശ്യമാണോ, നിർബന്ധമാണോ, ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കി കളി. ദാറ്റ്സ് ഓൾ. കാരണം നമുക്കറിയാം നമ്മൾ ആരും അല്ലല്ലാത്തവരോട് വേർക്കണില്ല. പിന്നെ വെറുതെ ഇനി സമയം ഒരാവശ്യം തന്നെ എന്താ അറിയോ, നമ്മളെ ദേവത്ത് നിർത്തല. നമ്മളെ ദേവത്ത് നിർത്തല ഒരാവശ്യം അറിഞ്ഞിട്ടും നമ്മൾ ഓല് പറഞ്ഞ പോലെ നിന്നെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വിഡ്ഢിത്തണ്ട ഭൂമിയിൽ, ഇത്ര വലിയ വിഡ്ഢിത്തം. ഞാനിവിടെ കയറി വന്നപ്പോ തന്നെ ചോദിച്ചു, അർഷദേ പൊന്നാര മോനെ, പൊതു സമൂഹം അല്ലേ ഇവിടെ അള്ളാന്റെ ദീന് പറഞ്ഞു മതി, അതിന്റെ നമ്മളെ സന്തോഷം. എല്ലാവർക്കും ആഗ്രഹത അള്ളാന്റെ. ഇനി ഇതൊക്കെ അല്ലെങ്കിലും ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനവും സുന്നിയും ജമാഅത്തും ഒന്നും ഇവിടെ ഇല്ലെങ്കിലും അള്ളാന്റെ ദീന് ഇവിടെ ഉണ്ടോ? പെർഫെക്റ്റായ പടച്ചോന്റെ ദീന് ഇവിടെ ഉണ്ടോ? മാനവരാശിന് മുമ്പിൽ അള്ളാഹ് അവതരിപ്പിച്ചേ എങ്കിൽ അത് പറയാം. പിന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കേ, ഈ ശിർക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ നോക്ക്, സിയാറത്ത് ടൂർ എന്ന് പറഞ്ഞാൽ പോയിട്ട് ഈ സാധുക്കൾ എവിടെ കൊണ്ടുവന്നറിയോ? മുല്ലാര് വലിയ ഉഷാറില്ല, മൂപ്പർക്ക് വലിയ ആവേശമാണ്. കാരണം എന്താ അറിയോ, ഇവിടുന്ന് പുറപ്പെടുമ്പോ കാലിയായിരിക്കും മൂപ്പര് പോക്കറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മൂപ്പര് കൊണ്ടുപോയി ചാക്കിൽ പൈസ ആയിട്ടാ പോരുക. കാരണം എന്താ, അങ്ങോട്ട് നോക്കിയാൽ 2000, ഇങ്ങോട്ട് നോക്കിയാൽ 2000, അത് തൊട്ടാ 20,000, ഇത് തൊട്ടാ 30,000, അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാ കൊണ്ടുപോണത്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മക്കയിലും മദീനയിലൊക്കെ ഉള്ള സംസം വെള്ളത്തിന്റെ ഉത്തരവാദിത്ത സെൽഫിയൊക്കെ ആയതുകൊണ്ട് ആർക്കും ഒന്നും പേടിക്കാനില്ല. അതെങ്ങാൻ റഹ്മത്തുള്ള കാസിമിന്റെ കയ്യിലോ കൊടുത്ത് എത്രയുള്ള വെള്ളത്തിന് 25,000 വാങ്ങിക്കാൽ ഞാൻ സാധു. സംസം വെള്ളത്തിന് പോലീശയുണ്ട്, ബർക്കത്തുണ്ട്, ആരോഗ്യം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ സംസം വെള്ളം വരെ കൈ, അതുകൊണ്ട് സമസ്തക്കാർ വരെ ദ്വയർന്നൊളി, മുജാഹിദുടെ കയ്യിൽ കിയാമത്ത് നാൾ വരെ അവിടെ നിൽക്കായി. അല്ലെങ്കിൽ എന്താണ്ടായോ, മക്കാമ ഇബ്രാഹിം തൊടാൻ 2000, ഹജ്ജുൽ അസ്വദ് മുത്താൻ 1.5 ലക്ഷം. അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുക. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാന് ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ തന്നെ അടിച്ചുപൊളി സിനിമാ പാട്ടല്ലേ നമ്മളെ ബസ്സിലേക്ക് ഫും 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 എന്ന് കുലുങ്ങുക. ഈ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലാ മറ്റേ വെച്ചത് പെട്ടി, അതിങ്ങനെ കുലുങ്ങുമ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങിയെന്നെ കാണണം വിചാരിക്കും. ജൈവാശ്ശേരി ഡാൻസ് കളിക്കാണ് നമ്മളെ ഗതികേട്. ആ സീറ്റേ ഉണ്ടെങ്കിൽ അതിൽ ഇരുന്നാൽ അത്ര വലിയ ശബ്ദമാണ്. ഡിജിറ്റൽ എന്തോ സംവിധാനമാണ് ഈ സംവിധാനത്തിന്. അപ്പൊ ഒരു പാട്ടിങ്ങനെ വരികയാണ്. ഞാനതിങ്ങനെ കേട്ടു നോക്കിയപ്പോ എന്താ വരി, ആ വരി ഞാൻ അപ്പൊ തന്നെ മനപ്പാടാക്കി. അത് മനപ്പാടാക്കാനുള്ള കാരണം ഒരു പടുജായിൽ പാടിയ പാട്ടാണ്. അതെന്താ, ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയം. ഞാൻ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളുടെ SLC പഠിച്ച കുട്ടികളുടെ റിസൾട്ട് വന്ന സമയത്ത് ഈ കുട്ടികൾ ആസ്ട്രോണമി എന്നിട്ടൊരു സംഗതി പഠിക്കുന്നുണ്ട്. ആസ്ട്രോണമിയുടെ ബാലപാഠം പഠിച്ചാൽ ഏറ്റവും പ്രധാനമായി കിട്ടേണ്ട വളരെ പ്രധാനമായ കാര്യം എന്താണെന്നറിയോ? എന്താ പ്രധാനമായ പ്രത്യേകത എന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പദത്തിന്റെ അർത്ഥമുണ്ടല്ലോ, ഈ ഭാഗ്യനക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും. ഇതിൽ പെട്ടുപോയ പാവപ്പെട്ട എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട്, മുസ്ലിങ്ങൾ വരെ അത്തരം കാര്യങ്ങളിൽ ഇസ്ലാം ജ്യോതിഷോ എന്താ മുസ്ലിം ജ്യോതിഷോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതി. ഒരു കാര്യങ്ങൾ അറിയോ, ആകാശത്തിലേക്ക് ഏതെങ്കിലും മേഘാവൃതമാണ് ആകാശം. പക്ഷെ ഏതെങ്കിലും നക്ഷത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നല്ലോ, മോഡേൺ സയൻസ് പറയാണ്, നിങ്ങൾ ഇപ്പൊ കാണുന്ന നക്ഷത്രങ്ങളില്ലേ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നക്ഷത്രങ്ങളാണ്. അതിന്റെ പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം കണക്കുകൂട്ടിയാൽ ആ നക്ഷത്ര